بسم الله والصلاة والسلام على رسول الله محمد صلى الله عليه وسلم وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا أما بعد. എത്രാമത്തെ ആയത്താ? എത്ര? بسم الله والصلاة والسلام على رسول الله محمد صلى الله عليه وسلم وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. بسم الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إذا نكحتم المؤمنات ثم طلقتموهن من قبل أن تمسوهن فما لكم عليهن من عدة تعتدونها فمتعوهن وسرحوهن سراحا جميلا. يا أيها النبي إنا أحللنا لك أزواجك اللاتي إنا أحللنا لك أزواجك التي آتيت أجورهن وما ملكت يمينك مما أفاء الله عليك وبنات عمك وبنات عماتك وبنات خالك وبنات خالاتك وبنات خالاتك التي هاجرن معك وامرأة مؤمنة إن وهبت نفسها للنبي إن أراد النبي أن يستنكحها خالصة لك من دون المؤمنين
قد علمنا ما فرضنا عليهم في أزواجهم وما ملكت أيمانهم لكي لا يكون عليك حرج وكان الله غفورا رحيما ترجي من تشاء منهن وتؤوي إليك من تشاء ومن ابتغيت ممن عزلت فلا جناح عليك ذلك أدنى أن تقر أعينهن ولا يحزن ويرضين بما آتيتهن كلهن والله يعلم ما في قلوبكم وكان الله عليما حكيما لا يحل لك النساء من بعد ولا أن تتبدل بهن من أزواج ولو أعجبك حسنهن إلا ما ملكت يمينك كان الله على كل شيء رقيبا يا أيها الذين آمنوا വിശ്വസിച്ചവരെ إذا نكحتم المؤمنات يا أيها الذين آمنوا വിശ്വസിച്ചവരെ ഇദാ നകഹ്തുമുൽ മുഅ്മിനാത്തി നിങ്ങൾ മുഅ്മിനീങ്ങളെ വിവാഹം കഴിച്ചാൽ സുമ്മ തല്ലഖ്തുമൂഹുന്ന പിന്നെ അവരെ വിവാഹമോചനം നടത്തുകയും ചെയ്താൽ മിൻ ഖബ്ലി അൻ തമസ്സൂഹുന്ന അവരെ സ്പർശിക്കുന്നതിന് മുമ്പായിട്ട് ഫമാലക്കും അലൈഹിന്ന മിൻ ഇദ്ദത്തിൻ തഅതദ്ദൂനഹ ഫമാലക്കും നിങ്ങൾക്കില്ല അലൈഹിന്ന അവരുടെ മേൽ അവർക്കില്ല ഫമാലക്കും നിങ്ങളോടില്ല അലൈഹിന്ന അവരുടെ മേൽ ബാധ്യതയില്ല മിൻ ഇദ്ദത്തിൻ ഇദ്ദക്ക് തഅതദ്ദൂനഹ അതിനെ നിങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന ഫമത്തിഉഹുന്ന നിങ്ങൾ അവർക്ക് മുത്അത്ത് നൽകണം വിവാഹമോചന മൂല്യം നൽകണം വസർരിഹൂഹുന്ന സറാഹൻ ജമീല അവരെ ഭംഗിയായ പിരിച്ചുവിടുകയും ചെയ്യണം. മുഅ്മിനീങ്ങളോട് അല്ലാഹുവിന്റെ ഒരു കൽപ്പനയാണ് യാ അയ്യുഹല്ലദീന ആമനു വിശ്വസിച്ചവരെ ഇദാ നകഹ്തുമുൽ മുഅ്മിനാത്ത് നിങ്ങൾ മുഅ്മിനത്തുകളായ സ്ത്രീകളെ വിവാഹം കഴിച്ചാൽ സുമ്മ തല്ലഖ്തുമൂഹുന്ന വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്തു തലാഖ് ചൊല്ലി വിവാഹമോചനം ചെയ്തു മിൻ ഖബ്ലി അൻ തമസ്സൂഹുന്ന അവരെ സ്പർശിക്കുന്നതിന് മുമ്പായി എന്ന് വെച്ചാൽ അവരുമായി ബന്ധപ്പെടുന്നതിന് മുമ്പായി നിങ്ങൾ അവരെന്ത് ചെയ്തു തലാഖ് ചൊല്ലിയാൽ ഫമാലക്കും അലൈഹിന്ന പിന്നെ നിങ്ങളുടെ മേൽ അവർക്കെന്തില്ല ബാധ്യതയില്ല എന്ത് ഇദ്ദ മിൻ ഇദ്ദത്തിൻ
ഇദ്ദ. തഅതദ്ദൂനഹ, അതിനെ നിങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന. അദദ് എന്ന് പറഞ്ഞാൽ എന്താണ്? എണ്ണം. അപ്പൊ തഅതദ്ദൂനഹ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന ഒരു എണ്ണം എന്ന് വെച്ചാൽ ഇദ്ദ. നിങ്ങൾക്ക് അവരുടെ മേൽ നിങ്ങൾക്ക് വേണ്ടി ഇദ്ദ ഇരിക്കൽ എന്തില്ല? എന്താ കാരണം? മിൻ ഖബ്ലി അൻ തമസ്സൂഹുന്ന, അവരെ സ്പർശിക്കുന്നതിന് മുമ്പായിട്ടാണ് എന്ത് ചെയ്യുന്നത്? തലാഖ്. നിക്കാഹ് കഴിഞ്ഞു, അപ്പൊ തന്നെ തലാഖ് കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇദ്ദ ഇരിക്കൽ അവരുടെ മേൽ എന്തില്ല? ബാധ്യതയില്ല. നിക്കാഹ് കഴിഞ്ഞു. നിക്കാഹ് കഴിഞ്ഞ ഉടൻ തന്നെ എന്ത് ചെയ്തു? അവരുമായുള്ള ശാരീരിക ബന്ധങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പായി എന്തായി? തലാഖ് ചൊല്ലിയാൽ. അങ്ങനെ തലാഖ് ചൊല്ലിയാൽ എന്ത് ചെയ്യണം? അവര് നിങ്ങൾക്ക് വേണ്ടി ഇദ്ദയിരിക്കൽ എന്ന് വെച്ചാൽ ഒരു സ്ത്രീ അവൾക്ക് ഭർത്താവ് അവളെ തലാഖ് ചൊല്ലുകയോ മരിക്കുകയോ മറ്റോ ചെയ്താൽ എന്ത് ചെയ്യണം? ഇദ്ദയിരിക്കണം. ഇദ്ദയിരിക്കൽ എന്താണ്? അള്ളാഹുവിന്റെ കൽപ്പനയാണ് ഇദ്ദയിരിക്കല്. എന്തിനാണ് ഇദ്ദയിരിക്കണെന്ന് പറഞ്ഞാൽ പിതൃവ്യത്തെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നുവെച്ചാൽ ഒരാൾ കല്യാണം കഴിച്ചു, അവളെ കൂടെ ഉണ്ടായിരുന്നു, കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? അവൻ തലാഖില്ലിന്റെ പിറ്റത്താഴ്ച തന്നെ ആര്യതാകി വേറെ ആൾ കല്യാണം കഴിച്ചാൽ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിലൊരു കുട്ടിയാകുകയാണെങ്കിൽ ഇതാരെ കുട്ടിയാണ് എന്ന് എന്ത് ചെയ്യില്ല? വ്യക്തമായി അറിയാൻ കഴിയൂല. വ്യക്തമായി അറിയാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ഇസ്ലാം ആ കാര്യത്തിൽ വളരെ എന്ത് ഉദ്ദേശിക്കുകയാണ്? ക്ലാരിറ്റി ഉദ്ദേശിക്കുകയാണ്. അത് ആരതാണ്? അതുകൊണ്ട് 3 രീതിയിലുള്ള ഇദ്ദ ഉണ്ടാവും. ഒന്ന്, ആർത്തവമാവുന്നതിന് മുമ്പ് ഒരു പെൺകുട്ടീനെ കല്യാണം കഴിച്ചു. കല്യാണം കഴിക്കാന് പ്രായപൂർത്തിയായിക്കൊള്ളൊന്നും എന്തിലില്ല. നിക്കാഹ് ശരിയാവാൻ നിക്കാഹ് എപ്പോഴും നടത്താം. ചെറിയ കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യാം? അപ്പം അപ്രായപൂർത്തിയാവുന്നതിന് എന്ന് വെച്ചാൽ ആർത്തവം ഉണ്ടാവണം ഋതുകാലം വരുന്നതിന് മുമ്പായി. അല്ലെങ്കിൽ അത് അവസാനിച്ചു. അതിനുശേഷമാണ് എന്ത് നടക്കുന്നത്? പിന്നെ അശുദ്ധി ഉണ്ടാവുക എന്നുള്ളത് എന്ത് ചെയ്യുന്ന അവസാനിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് 3 മാസം എന്ത് ചെയ്യണം? ഇദ്ദയിരിക്കണം. അല്ല ഋതുകാലത്തിലാണ് ഉള്ളത് എങ്കിൽ 3 എന്ത് ചെയ്യണം? 3 പിന്നെ അശുദ്ധി ഉണ്ടായിട്ട് എന്താവണം? ശുദ്ധിയിലേക്ക് പ്രവേശിക്കണം. മനസ്സിലായോ? അവസാനം ശരിക്കും മനസ്സിലാക്കണം, നല്ലതാണ്. ഇപ്പൊ ഒരു സ്ത്രീക്ക് എന്തില്ല? ശുദ്ധിയിലാണ് ഉള്ളത്. ആ സ്ത്രീയെ തലാഖില്ലാൽ ഇതൊരു ശുദ്ധിയായി. ഇനി അടുത്ത് ഒരു അശുദ്ധി വന്നു, പിന്നൊരു ശുദ്ധി വന്നു, പിന്നൊരു അശുദ്ധി വന്നു, പിന്നെ ശുദ്ധിയാവണം. മനസ്സിലായില്ലേ? 3 കാലയളവുണ്ടാവണം. പിന്നെ ഒരാളുടെ ഭർത്താവ് മരിച്ചതാണെങ്കിലോ അവരത് ഫിക്സ്ഡ് ആണ്. എന്ത്? 4 മാസവും 10 ദിവസവും എന്ത് ചെയ്യുക? ഇദ്ദയിരിക്കുക. ഇദ്ദ ഇന്ന് പൊതുവെ ആൾക്കാർ വളരെ ബലഹീനാവസ്ഥയിലെത്തിയിട്ടുണ്ട്. കാരണം സ്ത്രീകൾക്ക് പുറത്തിറങ്ങാക്കാൻ പറ്റാത്ത എന്തായി? കാലഘട്ടമായി. എല്ലാവരും പുറത്തിറങ്ങി ജോലിയും പരിപാടിയൊക്കെ ആയതുകൊണ്ട് ഭർത്താവ് മരിച്ചാൽ ഒരു 5-8 ദിവസം അല്ലെങ്കിൽ 40 ദിവസമൊക്കെ നിന്നിട്ട് എന്ത് ചെയ്യാണ്? ഒരു പുറത്തിറങ്ങിയിട്ട് പോവാണ്. ഇദ്ദ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അടച്ചിട്ട റൂമിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം? അല്ല. അവരുടെ സൗന്ദര്യവും മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള അവസ്ഥകളും ഒക്കെ എന്ത് ചെയ്യുക? വിട്ടു നിൽക്കുക എന്നാണ് അതുകൊണ്ട് കാര്യമായിട്ട് എന്ത് ചെയ്യുന്നത്? ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് വീട്ടിന്റെ ഉള്ളിൽ മറ്റ് അന്യപുരുഷന്മാരുടെ നോട്ടം എത്താത്ത നിലയിൽ നിൽക്കുക. ശരിക്കും എന്നും സ്ത്രീ എങ്ങനെ തന്നെ നിൽക്കേണ്ടി? നമുക്ക് ഇടങ്ങാറായിട്ട് തോന്നണ എന്തുകൊണ്ടാണ് പറഞ്ഞാല്? എന്തുകൊണ്ടാണ്? ചിലവർക്ക് ഇദ്ദയിലിരിക്കും പോലെ കാണാൻ പറ്റുമെന്ന്. ഇദ്ദയിലിരിക്കുമ്പോൾ കാണാൻ പറ്റൂല്ലെങ്കിൽ ഇദ്ദ കഴിഞ്ഞാലും കാണാൻ പറ്റൂല. അപ്പം അതാണ് അതിന്റെ കഥ. അപ്പം ഒരങ്ങനെ ഒരു മൂലയിൽ കൊണ്ടുപോയി ഒതുക്കിയിരുത്തുക എന്നുള്ളതല്ല ഇദ്ദ. അവർക്കവരെ വീട്ടിൽ നിൽക്കാം. മനസ്സിലായില്ലേ?
വീട്ടിലെ കുട്ടികളെടുത്ത് വർത്താനം പറയല്, അവിടെ ഇതൊക്കെ പറ്റും. നമ്മളെന്താ വിചാരിച്ചാൽ ഒരു മുസാഫോ ഒരു തസ്ബീഹോ കൊടുത്തിട്ട് എന്ത് ചെയ്യാ അവരവിടെ ഇരുത്താൻ. സത്യത്തിൽ അത് വലിയ അപകടമാണ്. കാരണം ഒന്ന് ഒരു 30 കൊല്ലം 35 കൊല്ലമൊക്കെ ഒരു ഭർത്താവിന്റെ കൂടെ ജീവിച്ച് ഭർത്താവ് മരിച്ചുപോയി, പിന്നെ ഒരൊറ്റക്കാകാണ്. പിന്നെ ഓലെ ഒറ്റക്കിടുകയും കൂടി ചെയ്താൽ ഓല് ചിന്തിച്ച് എന്താവും ഒരു രോഗികളും ഒരു പ്രയാസമുള്ള ആൾക്കാരെയാ. അപ്പൊ ഓരോരുത്ത് കുട്ടികളും ബാക്കിയുള്ളവരൊക്കെ വർത്താനം പറയലും ഓരോ കൂടെ ഇടപഴകലും സൗന്ദര്യമൊക്കെ വെളിവാക്കി പ്രത്യക്ഷപ്പെട്ട് പുറത്തേക്ക് വരരുത് എന്നർത്ഥം. മനസ്സിലായില്ലേ? ആഭരണങ്ങള്, നല്ല കളർഫുൾ വസ്ത്രങ്ങള് നമ്മളെ നാട്ടിൽ അത്ര പ്രശ്നമില്ല. ഇസ്ലാമികമായി ജീവിക്കണ നാട്ടില് ഇതൊരു വലിയ പ്രശ്നമാണ്. എന്നുവെച്ചാൽ സഹാബാക്കളുടെ കാലഘട്ടത്തിൽ വിധവകളെ വിവാഹം കഴിക്കൽ എന്താണ് ആമായ സംഭവമായിരുന്നു. എന്നുവെച്ചാൽ ഒരു സഹാബി സ്ത്രീ 5ഉം 6ഉം ഭർത്താക്കന്മാരെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട് ജീവിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീ എന്നുവെച്ചാൽ അവരെത്ര കല്യാണം കഴിച്ചിന്? 5 കല്യാണോ 6 കല്യാണമൊക്കെ കഴിച്ചിട്ടുണ്ട്. അതിന്റെ പ്രായങ്ങളൊക്കെ നമുക്ക് ആലോചിച്ചാൽ നമുക്ക് അത്ഭുതപ്പെടും. ജാഫർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ, അദ്ദേഹം മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ അസ്മാ റളിയല്ലാഹു അൻഹായിരുന്നു. ജാഫർ റളിയല്ലാഹു അൻഹുവിന്റെ ഇദ്ദക്ക് ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരെ കല്യാണം കഴിച്ചു. പിന്നീട് അലി റളിയല്ലാഹു അൻഹു അവരെ കല്യാണം കഴിച്ചു. ആര് കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട്? അബൂബക്കർ റളിയല്ലാഹു അൻഹു കാക്കന്റെ ഭാര്യയാണ്. അങ്ങനെ സഹാബാക്കളുടെ ഇടയിൽ ആ കാര്യത്തിൽ എന്തില്ല, സഹാബി സ്ത്രീകൾക്കും പ്രശ്നമില്ല, സഹാബി പുരുഷന്മാർക്കും പ്രശ്നമില്ല. കാരണം അവര് ഭൂമിയിലെ ജീവിതം ഒരു കുറഞ്ഞ കാലത്തേക്കേ ഉള്ളൂ. അത് അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിച്ച് തീർക്കണമെന്ന് മാത്രമേ ആരാലോചിച്ചിട്ടുള്ളൂ? സഹാബാക്കൾ ആലോചിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരാൾ മരണപ്പെട്ടു അല്ലെങ്കിൽ ഒരു വിവാഹമോചിതയായാൽ അവരെ കല്യാണം വേഗം. നമ്മളിവിടെ ഇദ്ദന്റെ അപ്പുറത്തും പിന്നെ 40 കൊല്ലമൊക്കെ ഇദ്ദ എടുക്കേണ്ടി വരും. ഏറ്റവും വലിയ അക്രമം എന്താണ് പറഞ്ഞാൽ വിധവകളെ വിവാഹം കഴിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. നാട്ടിൽ ഫിത്തനകളുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും, അവരെപ്പറ്റി ആരും പരിഗണിക്കൂല. സാധാരണഗതിയിൽ ഈ വിധവകൾ എന്ന് പറഞ്ഞാല് ഇപ്പം ഭർത്താവ് മരിച്ചു, ഒരു 22 വയസ്സോ 23 വയസ്സോ 25 വയസ്സൊക്കെ ഉള്ള ഒരു പെണ്ണിന്റെ ഭർത്താവ് മരിച്ചാല് ഒക്കെ 2 or 3 കുട്ടികളുണ്ടാവും, ഇല്ല 4 കുട്ടികളുണ്ടാവും. മരണം കഴിഞ്ഞു, ഒരു കൊല്ലം കഴിഞ്ഞപ്പോ എല്ലാവരും കുടുംബക്കാരെല്ലാവരും ചോദിച്ചിട്ടുണ്ടാവും, എന്ത് കല്യാണം നോക്കല്ലേ എന്ന്. ചിലപ്പോ ഏതെങ്കിലും കല്യാണം വന്നിട്ടുണ്ടാവും. അപ്പോ ഈ മാനസികമായ പ്രശ്നം തീരാന് ചിലർക്ക് ഒരു കൊല്ലൊന്നും മതിയാലുണ്ടാവില്ല. കാരണം ഓല ചെറിയ കുട്ടികളാണ്, കുട്ടികളായിട്ട് ഇഴവഴകി നിൽക്കുകയാണ്. എന്നിട്ട് വേറൊരു ഭർത്താവിന്റെ കൂടെ പോയി ജീവിക്കാറിനാ നമ്മളെ നാട്ടിൽ എന്ത് ചെയ്യാൻ പറ്റൂല, ചിന്തിക്കാനും പറ്റൂല. ഞാൻ ഏതെങ്കിലും ഒരു സ്ത്രീ ചെയ്താൽ ഓളെ ചീത്തയും പറയും. ആര്? ഓളൊക്കെ കണ്ടില്ല, കുട്ടികളൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഓള് പോയിന്നൊക്കെ പറയും. കുട്ടികളെ കുറച്ച് വലിപ്പം വെച്ച് കഴിഞ്ഞാൽ ഓല പണിക്കുകയും ചെയ്യും. അപ്പൊ ആ സ്ത്രീനോട് എല്ലാവരും ചോദിച്ചിട്ടുണ്ടാവും, കല്യാണം കഴിക്കട്ടെ. പലരും സ്ത്രീകൾ ചോദിച്ചിട്ടുണ്ടാവും, പുരുഷന്മാർ ചോദിച്ചിട്ടുണ്ടാവും, കുടുംബത്തിൽ എല്ലാവരും ചോദിച്ചിട്ടുണ്ടാവും. പല കല്യാണങ്ങൾ വരും. അപ്പോഴൊക്കെ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഒരു 2 കൊല്ലം 1 കൊല്ലോ 2 കൊല്ലോ 3 കൊല്ലമൊക്കെ കഴിയുമ്പോഴേക്കും എന്തായിട്ടുണ്ടാവും, ഓരോ മാനസികമായ അവസ്ഥ മാറിയിട്ടുണ്ടാവും. ആ സമയത്ത് ഈ ഒരു 5 കൊല്ലായി. അപ്പൊ ഒരു കല്യാണാലോചന വന്നാൽ കുടുംബക്കാരാണ് അതിനെ തടുക്കല്. ഓള് കിട്ടൂല. ഞങ്ങളെല്ലാവരും ചോദിച്ചിട്ട് എന്തായതാണ്, മടുത്ത് നിൽക്കുകയാണ്. ഓക്ക് കല്യാണം ഓള് സമ്മതിക്കൂല. ഇതിനേക്കാളും നല്ലൊരു കേസ് നീങ്ങിന്നൊക്കെ പറയും. മനസ്സിലായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞേ? അങ്ങനെ കുടുംബക്കാരെന്നെ കല്യാണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പോകും. സത്യത്തിൽ ഒരു 5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഓള് മാനസികമായിട്ട് തയ്യാറായിട്ടുണ്ടാവും. ചിലപ്പോൾ 10 കൊല്ലം കഴിഞ്ഞപ്പോൾ തയ്യാറായിട്ടുണ്ടാവും. ചിലപ്പോൾ മോൻ പെണ്ണെട്ടിയതിനു ശേഷം തയ്യാറായിട്ടുണ്ടാവും. അതൊക്കെ നാട്ടിൽ നടക്കുന്നുണ്ട് അങ്ങനെ. അപ്പൊ നമ്മളുടെ മനസ്സിന്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവണം ഒരു വിധവന്റെ വിവാഹം എന്നുള്ളത്. അതുകൊണ്ട് ഇത് ശരിക്ക് അതിന്റെ പേരിലാണ് നാട്ടിൽ അങ്ങനെ ആമായി മദീനയിൽ ഇത് നടന്നിരുന്നത്. വിധവകളെ വിവാഹം കഴിക്കാന്നുള്ളത് ഒരു പ്രയാസമുള്ള സംഗതിയല്ല. വയസ്സ് ഭർത്താവിന് കുറവും ഭാര്യക്ക് കൂടുതലുള്ളതുണ്ടായിരുന്നു. അതൊന്നും എന്തല്ല, സഹാബാക്കളുടെ ഇടയിൽ പ്രയാസങ്ങൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് കാര്യമായി ഇദ്ദയുടെ കാര്യം പറഞ്ഞത്. അതുകൊണ്ട് ഇദ്ദ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം,
ഇത് സ്ത്രീകളോട് പറഞ്ഞു കൊടുക്കണം. പൊതുവെ സ്ത്രീകൾക്ക് നാട്ടിലെ നടപ്പുകൾ പഴയന്മാരൊക്കെ കറക്റ്റ് ചെയ്യുന്നു. ഇപ്പോഴുള്ള ആൾക്കാർക്കൊക്കെ പല പണിക്കും. അതുകൊണ്ടാണ് ഇസ്ലാം ഈ കാര്യമൊക്കെ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നത്, ഓളെ കുറെ കാര്യങ്ങൾ ഏൽപ്പിച്ചിന്, ആ കാര്യങ്ങളായിട്ട് ഓള് പോവാന്നല്ലാണ്ട് എല്ലാവരും ഏതെങ്കിലും ഒരു കുടുങ്ങിയ പെണ്ണ് പണിക്ക് പോണ പോലല്ല ഒരു നിലക്കും പണിക്ക് പോകേണ്ട ആവശ്യമില്ലാത്ത സ്ത്രീ. നിങ്ങൾ പറയാത്ത പണിക്ക് പോവാന്ന് പറഞ്ഞ് ഒരു ഭർത്താവിന് തന്നെ അത്യാവശ്യം ശമ്പളം ഉണ്ട്, ഓരോ കുടുംബം ജീവിക്കാനുള്ള വരുമാനം ഉണ്ടെങ്കിൽ പിന്നെ ഓളെന്തിനാ പോണത്? കാരണം ഓളെ ഏൽപ്പിച്ച ഇസ്ലാം ഏൽപ്പിച്ച കുറെ പണിയുണ്ട് ഇവിടെ. ഇസ്ലാം സ്ത്രീക്ക് ജോലി ചെയ്യാനോ മറ്റുള്ളതിനൊക്കെ അനുവാദം കൊടുക്കുന്നത് എന്താണ് പറഞ്ഞാൽ ഓളെ നോക്കാൻ ആളില്ലാത്ത അവസ്ഥയിൽ വരികയാണെങ്കിൽ ഇസ്ലാമിയത്തിന്റെ ശരീഅത്തും ഹിജാബും ഒക്കെ നോക്കിയിട്ട് ഓൾക്ക് എവിടെയെങ്കിലും പണിയെടുക്കാം എന്നുള്ള അനുവാദം കൊടുക്കുന്നുണ്ടെങ്കിലും അതൊക്കെ അങ്ങനത്തെ ഒരു ഘട്ടത്തിലാണ്. മുസ്ലിമീങ്ങളുടെ ഉത്തരവാദിത്തമാണത്. ഒരു പവിത്രയായ സ്ത്രീനെ പുറത്തേക്ക് പറഞ്ഞേക്കാന്നുള്ളത് മുസ്ലിമീങ്ങൾക്ക് നാണക്കേടാണ്, മുസ്ലിം സൊസൈറ്റിക്ക്. എനിക്ക് ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലായിട്ടോ? എന്ന് വെച്ചാൽ അത്ര ശ്രദ്ധിക്കുന്നുണ്ട് ഏത് ഇസ്ലാം, അത്ര ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെന്താണ് സത്യത എന്താ വിചാരിക്കണത് പറഞ്ഞാല് സ്ത്രീ പണിക്ക് വിചാരിച്ചു കുഴപ്പമൊന്നുമില്ല, ഇസ്ലാമിൽ പണിക്കുവാൻ അനുവാദമില്ല. ഏതെങ്കിലും ഒരാളോട് അങ്ങനെ മസല ചോദിച്ചാൽ എന്തായാലും അങ്ങനെ പറഞ്ഞു, ആ കുഴപ്പമൊന്നുമില്ല എന്നറിയും. കാരണം ഇസ്ലാം ആറാമാക്കിയതിനൊന്നുമില്ല. പക്ഷെ എന്തിനു പോണം? ഒരു സ്ത്രീ പുറത്തിറങ്ങലോടുകൂടി അവളുടെ കൂട്ടത്തിൽ പിശാച് ഇറങ്ങുന്ന ആര് പറഞ്ഞിട്ടുണ്ട്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു പറഞ്ഞു. അത് പണിക്ക് പോകുമ്പോൾ ഉണ്ടാവൂല, വെറുതെ പാർക്ക് പോകുമ്പോഴാണ് ഉണ്ടാകുക എന്നൊന്നും എന്ത് ചെയ്തിട്ടില്ല. നിങ്ങളെന്താ പറയാത്തെ? നിങ്ങൾക്ക് പേടിയുണ്ടല്ലേ? നിങ്ങൾ പേടിച്ചോളി. എനിക്ക് നിങ്ങളെ പേടിന്റെ ഒരു പ്രശ്നവുമില്ല. ഇതിപ്പം പറഞ്ഞെന്നില്ലെങ്കിൽ പിന്നെ പറയാൻ കാരണം ചിലപ്പോ നിങ്ങളെ പറയുന്ന തന്നെ പോവുണ്ടാവും. നിങ്ങൾ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കണം. അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത്. അതായത് നല്ലൊരു കാര്യമാണ് ഇത്. അതുകൊണ്ട് ഒരു സ്ത്രീ വീട്ടിൽ നിന്ന് ഒറ്റക്ക് പുറത്തിറങ്ങുകയാണെങ്കിൽ ഓളെ കൂടെ പിശാച് ഇറങ്ങുന്ന ആര് പറഞ്ഞതാണ്? വിധങ്ങൾ ശാസനങ്ങൾ പറഞ്ഞു. എന്നും ഒരു സ്ത്രീ ഇറങ്ങി പോവുകയാണെങ്കിൽ വല്ലപ്പോഴും എന്തെങ്കിലും കുടുങ്ങിയ അവസ്ഥയിൽ പോരാണെങ്കിൽ ഓളയും ഓളെ മനസ്സും ഓളെ അവസ്ഥയൊക്കെ ആർക്കറിയാം? അള്ളാഹ്ക്കറിയാം. അതുകൊണ്ട് ഇദ്ദ ഇന്ന് അധിക സ്ത്രീകളിലും ഇല്ലാതായിട്ടുണ്ട്. വളരെ ദീനിയായി ജീവിച്ച ആൾക്കാരുടെ ഭാര്യമാര് വരെ ഇരിക്കാതെ പോകുന്നുണ്ട്. എന്തുകൊണ്ട് പറഞ്ഞാൽ അവർക്ക് അവിടെ ജോലിയുണ്ട്, അവർക്ക് കളക്ടറേറ്റ് ജോലിയുണ്ട്, അവിടെ ജോലിയുണ്ട്, ഇവിടെ ജോലിയുണ്ട്, സ്കൂളുണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും അള്ളാഹുവിന്റെ കൽപ്പനയാണത്. ഫമത്തിഉഹുന്ന യാ അയ്യുഹല്ലദീന ആമനൂ, ഈ വിശ്വസിച്ചവരെ, ഇദാ നകഹ്തുമുൽ മുഅ്മിനാത്ത്, മുഅ്മിനത്തുകളായ സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിച്ചാൽ, സുമ്മ തല്ലഖ്തുമൂഹുന്ന, പിന്നെ അവരെ നിങ്ങൾ തലാഖ് ചൊല്ലുകയും ചെയ്താൽ, മിൻ ഖബ്ലി അൻ തമസ്സൂഹുന്ന, അവരെ സ്പർശിക്കുന്നതിന് മുമ്പായി, ഫമാലക്കും അലൈഹിന്ന മിൻ ഇദ്ദ, ആ സന്ദർഭത്തിൽ അവർക്ക് എന്തില്ല? ഇദ്ദയില്ല. സ്പർശിച്ചാൽ പിന്നെ എന്ത് വേണം? ഇദ്ദ വേണം. തഅതദ്ദൂനഹ, നിങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന. ഫമത്തിഉഹുന്ന, അവർക്ക് നിങ്ങൾ മതാഴ് കൊടുക്കണം. മതാഴ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവൂലേ? മുമ്പ് സാബാനു കേസൊക്കെ ഉണ്ടായില്ലോ അല്ലേ? ഫമത്തിഉഹുന്ന, അവർക്ക് മതാഴ് കൊടുക്കുക. മതാഴ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അവർക്ക് കൊടുക്കുക എന്നാണ് അർത്ഥം. അവർക്ക് എന്തെങ്കിലും സന്തോഷിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കൊടുക്കുക എന്നേ അതുകൊണ്ട് ഉദ്ദേശിക്കുള്ളൂ. മത്തായിന്റെ രീതി എന്താണ് പറഞ്ഞാൽ സൂറത്ത് ബഖറയിൽ പറയുന്നുണ്ട് അല്ലാഹു തആല, അവൻ കഴിവുള്ളവനാണെങ്കിൽ അവൻ അവൾക്ക് വിശാലായിട്ട് കൊടുക്കട്ടെ, അവൻ കഴിവില്ലാത്തവനാണെങ്കിൽ അവന്റെ കഴിവനുസരിച്ച് അവൻ കൊടുക്കും. 3 രീതിയാണ് ഇതിൽ ഉലമക്കൾ പറയുന്നത്. ഒന്ന്, ഭാര്യയും സമ്പന്നയാണ്, എന്നുവെച്ചാൽ നല്ല കുടുംബത്തിലുള്ള ഒരു സെറ്റപ്പുള്ള ജീവിതത്തിലുള്ള പെൺകുട്ടിയാണ്. ഭർത്താവും അത്യാവശ്യം സാമ്പത്തിക സെറ്റപ്പ് ഉണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും നല്ല നിലയിൽ കൊടുക്കണം. മത്തായിന് ചില ഉലമാക്കൾ പറഞ്ഞാൽ അവൾക്ക് വസ്ത്രം കൊടുക്കുക എന്നാണ്. എന്ത് വസ്ത്രം എന്ന് വെച്ചാൽ അവൾക്ക് പോവാനുള്ള, അവൾക്ക് ഇതാവാനുള്ള ഒരു വസ്ത്രം, അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ കൊടുക്കണേനാണ് എന്ത് പറയുന്നത്? മത്തായ് എന്ന് പറയുന്നത്. അപ്പൊ നല്ല വില കൂടിയ വസ്ത്രം, ഓള് നല്ല കുടുംബത്തിലുള്ള ആളാണ്, ഓള് വലിയ വില കൂടിയ വസ്ത്രം ധരിക്കണവളാണ്. ഇവന്റെ കയ്യിൽ സാമ്പത്തികം ഉണ്ടെങ്കിൽ ഓൾക്ക് നല്ല ഉദാഹരണമായിട്ട് ഈ വസ്ത്രം എന്ന് പറയുന്നത്. അല്ലാണ്ട് മത്തിയോഹനക്ക് വസ്ത്രം കൊടുക്കാന്നല്ല അർത്ഥം. പിന്നെ രണ്ടാളും എന്താണ് ദാരിദ്ര്യാവസ്ഥയിലുള്ളത് എങ്കിൽ ഒരു സാദാ സീത ഏറ്റവും അവർക്ക് പറ്റിയൊരു വസ്ത്രം കൊടുത്താൽ മതി.
ഇനി ഭാര്യ ഒരു സാമ്പത്തികമായ അവസ്ഥയിലുള്ള ആളാണ്, ഭർത്താവിന്റെ എന്തില്ല, ആ വലിയ സാമ്പത്തിക അവസ്ഥയില്ലെങ്കിലും ഒരു മധ്യമമായ നിലയിലുള്ള ഇത് കൊടുക്കണം. പറ്റ താഴ്ത്തുക്ക് കൊണ്ടുവരണ്ട. എന്നാ ഓനാണെങ്കിൽ ഏറ്റവും മോൾക്ക് പോയിട്ട് ഇടങ്ങാറും വേണ്ട, അതിന്റെ ഒരു മധ്യത്തിലുള്ളത് കൊടുക്കണം. മനസ്സിലായില്ലേ? മത്താഴ് കൊടുക്കുക. ഇതിൽ ചില ഉലമാക്കൾ പറഞ്ഞത് എന്താണ് പറഞ്ഞാൽ മഹർ കൊടുക്കണം, മഹറിന്റെ പകുതി കൊടുക്കണം. ആർക്ക്? നിക്കാഹ് കഴിഞ്ഞുകൊണ്ട് പകുതി കൊടുക്കുന്നത് കൊണ്ട് ഓൾക്ക് മത്താഴ് വേറെ കൊടുക്കേണ്ടതില്ല. അതന്നെ എന്താണ്? ഒരു മത്താഴാണ്. വസർരിഹൂഹുന്ന സറാഹൻ ജമീല, അവരെ ജമീൽ എന്ന് പറഞ്ഞാൽ ഭംഗി, ഭംഗിയായ നിലയിൽ അവരെ പിരിച്ചുവിടണം. ഭംഗിയായ നിലയിൽ പിരിച്ചുവിടണം എന്ന് പറഞ്ഞാൽ എന്താണ്? അവരെ ഉപദ്രവിക്കാൻ പാടില്ല, പിന്നെ അവരെ മാനസികമായി എന്ത് ചെയ്യാൻ പാടില്ല, ഇതാകാൻ പാടില്ല, പിന്നെ അവരെ അഭിമാനത്തിന്റെ മേൽ എന്ത് ചെയ്യാൻ പാടില്ല. എന്നുവെച്ചാൽ വേണ്ടാത്ത ആരോപണങ്ങൾ, നമ്മളെ നാട്ടിലൊക്കെ അങ്ങനെയാണല്ലോ ഉണ്ടായാല്, എന്തെങ്കിലുമൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ ഒഴിവാക്കിയാൽ മതി, അതിനൊരു കുറ്റങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നിട്ട് ആ പെണ്ണിന്റെ അടുത്ത ഭാവിയും കൂടി എന്ത് ചെയ്യണ്ട, നശിപ്പിക്കണ്ട. അതാണ് മാന്യമായ ഭംഗിയായ സറാഹൻ ജമീൽ, ഭംഗിയായ പിരിച്ചുവിടൽ പിരിച്ചുവിടുക. അതൊരു വലിയ കാര്യമാണ്, ഭംഗിയായ പിരിച്ചുവിടൽ. എന്നുവെച്ചാൽ അവരെ പറ്റി കുറേ കുറ്റങ്ങൾ പറഞ്ഞ് അങ്ങനെ അവരെ പറഞ്ഞാൽ അടുത്തൊരു കല്യാണം വരുമ്പോഴേക്കും ഓരോ ഈ കുറ്റങ്ങൾ തന്നെ ഉണ്ടാവും. സത്യത്തിൽ ആ സ്ത്രീന്റെ ജീവിതം തന്നെ എന്താക്കാണ്, അവരെ പ്രയാസപ്പെടുത്തി നഷ്ടപ്പെടുത്താണ്. ആ പണിയൊന്നും ചെയ്ത് ഇസ്ലാം പറഞ്ഞ വളരെ മാന്യം, പിരിച്ചുവിടുക, ഒരു കുഴപ്പമില്ല. അതെങ്ങനായിരിക്കണം? മാന്യമായ നിലയിൽ, ജമീൽ, ഭംഗിയായ നിലയിൽ, ബുദ്ധിമുട്ടില്ലാത്ത നിലയിൽ എന്ത് ചെയ്യണം? പിരിച്ചുവിടണം. അതിന് വേണമെങ്കിൽ നമുക്ക് ഇപ്പം പുരുഷന് വേണമെങ്കിൽ അതിന്റെ കുറ്റങ്ങളൊക്കെ ഏറ്റെടുക്കാം. എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ഊൽ തമ്മിൽ അങ്ങനെ ഒക്കാതെ പോവുകയാണ്, സാരില്ല, പക്ഷെ കുട്ടി നല്ല കുട്ടിയാണ് എന്നൊക്കെ. മറ്റത് ഇല്ലാത്തതും കൂടി എന്ത് ചെയ്യും? നമ്മൾ കുറ്റക്കാരല്ല എന്നറിയാൻ വേണ്ടിയിട്ട്. വേറൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടീനെ തലാക്ക് എല്ലിയിട്ടുണ്ടെങ്കിൽ ആ അടുത്തൊരു കല്യാണാലോചന വരികയാണെങ്കിൽ ആ തലാക്കല്യ പുതിയാപ്പളിന്റെ കുടുംബത്തിനോട് എന്തുണ്ടാവും? ഭായി? ഒരന്വേഷണം ഉണ്ടാവൂലേ? അപ്പം ഇവൻ ചിലപ്പോൾ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടാവും. അപ്പോഴും ഇവല് തെറ്റ് ചെയ്തതല്ല ഓളെ ഒഴിവാക്കാൻ കാരണം ഓളെ തെറ്റാന്ന് സ്ഥിരപ്പെടുത്താൻ വേണ്ടി ചില കുടുംബക്കാരൊക്കെ എന്ത് ചെയ്യും? ആ കുട്ടീനെ പിന്നെയും എന്തെങ്കിലും പറയും. അതൊന്നും ചെയ്യരുത് എന്നാണ് ഇതുകൊണ്ട് എന്ത് ചെയ്യുന്നത്? വസർരിഹൂഹുന്ന സറാഹൻ ജമീല എന്ന് പറഞ്ഞത്. കുറവുകളെ പറയൽ ഭയങ്കര അത്യാവശ്യമാണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ. വണ്ടിക്കുമളൊന്നും പറയില്ല. ഇത് ഇടിച്ചിരുന്ന്, ഇത് പൊളിഞ്ഞിരുന്ന്, ഇതിന്റെ ബമ്പർ പോയിന് മാറ്റിയതാണ്, ഒന്നും പറയില്ല. പിന്നെ അയൽവാസിന്റെ കല്യാണത്തിന്റെ കാര്യമൊക്കെ ആരെങ്കിലും അന്വേഷിച്ചാല് പറയും. അത് കൃത്യമായിട്ടുള്ളതും ഇനി ഉള്ളതിനൊന്ന് ലെൻസ് വെച്ചിട്ട് ഒന്ന് വലുതാക്കിയൊക്കെ പറഞ്ഞു കൊടുക്കുക. അതൊക്കെ മഹാ അക്രമാട്ടോ. ഒരു പെൺകുട്ടി ഒരു സിന ഉണ്ടായപ്പോ അവരുടെ മാതാപിതാക്കൾ, ആ കുട്ടിക്ക് ഒരു കല്യാണാലോചന വന്നു. അതൊരു രഹസ്യമായി നടന്ന കാര്യമാണ്. ഒരു കല്യാണാലോചന വന്നു. അപ്പൊ കല്യാണാലോചനയിൽ ഇങ്ങനെ വന്നപ്പം ആ മാതാപിതാക്കൾ ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ മോളിൽ ഇത് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട്, ഞങ്ങൾ ആ കാര്യം അയാളോട് പറയട്ടെ എന്ന് ചോദിച്ചു. ആരോട് പറയട്ടെ? ഈ ആലോചന നടക്കുന്ന അവരോട്, ആ കുടുംബത്തിനോട് ഞങ്ങൾ പറയട്ടെ. ഉമർ റളിയല്ലാഹു പറഞ്ഞു, അള്ളാഹു മറച്ചു വെച്ചൊരു കാര്യങ്ങൾ ആരാ പറഞ്ഞു? നിങ്ങളെങ്ങാനും പറഞ്ഞാൽ മുഖത്ത് അടയാളം ഉണ്ടാകുന്ന കോലത്തിൽ ഞാൻ നിങ്ങളെ ശിക്ഷിക്കുന്നു പറഞ്ഞു. മനസ്സിലായില്ലേ? നമ്മൾ വിചാരിക്കണം എന്താണ്, എല്ലാരോടും നല്ലപോലെ സൂക്ഷിക്കണം. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങളെ മനസ്സിനുള്ളിൽ കുറെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ചോദ്യത്തിനൊക്കെ അതിൻ്റെതായ ഒരു ലെവലിൽ വെച്ചാൽ മതി. എല്ലാം കളവ് ഒരിക്കലും പറയാൻ പാടില്ല. എന്ത് പറയുവായി? കളവ് ഒരിക്കലും പറയാൻ പാടില്ല. പക്ഷെ എല്ലാം സത്യം പറഞ്ഞോളെന്ന് ഒരു നിർബന്ധവും
മനസ്സിലായോ? എന്ത് നിങ്ങൾക്ക് മനസ്സിലായില്ല? കളവ് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ എല്ലാ സത്യവും പറഞ്ഞോളെന്ന് അവിടെ ഉള്ളത് കണ്ട സത്യമൊക്കെ നമ്മൾ വെറുതെ എന്തിനാ പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആവശ്യമുള്ളത് പറഞ്ഞാൽ മതിയല്ലോ. അതുകൊണ്ട് എന്താണ് പറഞ്ഞാൽ ചില ആൾക്കാർ ഈ കാര്യത്തിൽ വണ്ടിക്കുമ്പോഴോ പറമ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യത്തിനൊന്നും എന്തുണ്ടാവില്ല, ഇവിടെ വെള്ളം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇവിടെ അതൊരു പ്രശ്നമുള്ളതാണ്, അല്ലെങ്കിൽ ഇത് മറ്റേ ഭൂമിയാണ്, ഏത് പിന്നെ ഗവൺമെന്റ് പല സ്ഥലത്ത് ഉള്ള ഇതുണ്ടാവില്ല, വീടൊന്നും എടുക്കാൻ പറ്റില്ല, അഗ്രികൾച്ചറൽ ഭൂമി അങ്ങനത്തെ എന്തെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞ കുറെ സാധനം അതൊന്നും പറഞ്ഞു കൊടുക്കൂല. കല്യാണ കേസ് ഏതാ വന്നാല് അത് മാക്സിമം വൃത്തിയാക്കിയിട്ട് ശരിയാക്കുക എന്നുള്ള സ്വഭാവമുണ്ട്. അതുകൊണ്ട് ഈ ഗണത്തിൽപ്പെട്ടതാണ് വസരിഹൂന്ന സറാജ്. മാന്യമായി ആ കുട്ടി ജീവിച്ചു പോട്ടെ. ഒരു കാര്യം കൂടി ഓർത്തു വെച്ചോളിന്, ഒരാളെ തലാക്കല്ലേ, ആ കുട്ടീനെ കല്യാണം കഴിക്കാതിരിക്കൽ തന്നെ ഇവന്റെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ ഇവനിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കും. എന്തുകൊണ്ട് പറഞ്ഞാൽ ആ ഒരു വേദന എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മളെന്താണ് ആഗ്രഹിക്കേണ്ടത്? എന്താ? വേഗം കല്യാണം കഴിച്ച് പോട്ടെ, എന്നാലാണ് എന്തുണ്ടാവുക, നമുക്ക് സമാധാനമല്ലോ. നമ്മളൊരു ഭാര്യയായിട്ട് ജീവിക്കുമ്പോൾ ഓളും മാഷാള്ള ഒരു ഭർത്താവായിട്ട് ജീവിക്കണമെങ്കിൽ നമുക്ക് എന്തായി? ഇത്മീനാനായില്ലേ? അതിനുള്ള സംവിധാനം കൂടി നമ്മൾ ചെയ്തു കൊടുക്കണം. മാഷാള്ള കുഴപ്പമൊന്നുമില്ല, ഓല് തമ്മിൽ ചെറിയ ഒരു അസ്വസ്ഥ അവസ്ഥ ഉണ്ടായിട്ടാണ്. അല്ലാണ്ട് ആ കുട്ടി വലിയ കുഴപ്പമൊന്നുമില്ല, സാധാ കുട്ടികളെ മാതിരി തന്നെയാണെന്ന് പറഞ്ഞാൽ സാധാ കുട്ടികളെ മാതിരി തന്നെയല്ലേ നമുക്ക് പറഞ്ഞവര് കല്യാണം നടക്കാനുള്ള സപ്പോർട്ടും കൂടി ചെയ്തു കൊടുക്കുക. വസരിഹൂന്ന സറഹൻ ജമീല, മാന്യമായി പിരിച്ചുവിടുക എന്നുള്ളതാണ്. പിന്നെ യാ അയ്യുഹൻ നബിയ്യു, നബിയെ, ഇന്നാ അഹ്ലൽനാ ലക, നാം തങ്ങൾക്ക് ഹലാലാക്കി തന്നിരിക്കുന്നു, അനുവദിച്ചു തന്നിരിക്കുന്നു. അസ്വാജകല്ലത്തി ആതൈത ഉജൂറഹുൻ, തങ്ങളുടെ ഭാര്യമാരെ തങ്ങൾക്ക് എന്താക്കി തന്നിട്ടുണ്ട്? അനുവദിച്ചു തന്നിട്ടുണ്ട്, ഹലാലാക്കി തന്നിട്ടുണ്ട്. എങ്ങനെയുള്ള ഭാര്യമാർ? ആതൈത ഉജൂറഹുന്ന, അവർക്ക് വിവാഹമൂല്യം കൊടുത്തിട്ടുണ്ട്, മഹർ കൊടുത്തിട്ടുണ്ട്, പ്രതിഫലം കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ഭാര്യമാരെ എന്താക്കിയിട്ടുണ്ട്? ഹലാലാക്കിയിട്ടുണ്ട്. ഒമാ മലക്കത്ത് യമീനുക്ക, അങ്ങയുടെ വലത് കൈ ഉടമപ്പെടുത്തിയത് പറഞ്ഞാൽ അടിമ സ്ത്രീകളെയും അങ്ങക്ക് എന്താക്കിയിട്ടുണ്ട്? ഹലാലാക്കിയിട്ടുണ്ട്. മിമ്മ അഫാ അല്ലാഹു അലൈക്ക്, അള്ളാഹു നിങ്ങൾക്ക് ഫൈ ആയി നൽകിയതിനെ. ഫൈ ആയി എന്ന് പറഞ്ഞാൽ, ഫൈ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ കിട്ടുന്ന മുതലുകൾക്കാണ്. ഗനീമത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും പറയല് യുദ്ധം ചെയ്തിട്ടൊക്കെ കിട്ടുന്നതിനാണ്. ഫൈ എന്ന് പറഞ്ഞാൽ യുദ്ധം ഇല്ലാതെ എന്ത് ചെയ്യും? കിട്ടും. യുദ്ധത്തിന് പോയി യുദ്ധം നടക്കുന്നതിന് മുമ്പ് തന്നെ എന്തായി? ഒത്തുതീർപ്പാകുക, ഇല്ലെങ്കിൽ അങ്ങനൊക്കെ ആയിട്ട് ഉണ്ടാവണ എന്തുണ്ടാവും? ഇല്ല, ഒരു പറയും ഞങ്ങൾ മുസ്ലിമായി, ഇല്ലെങ്കിൽ ഞങ്ങൾ പോവാണ്, ഞങ്ങളെ സമ്പത്തൊക്കെ നിങ്ങൾക്ക് തരാം, ഞങ്ങളെ വിട്ടേക്ക് എന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ ഒക്കെ ഘട്ടങ്ങൾ ഉണ്ടാവും. അതാണത്. മിമ്മ അഫ അല്ലാഹു അലൈക്ക്, അങ്ങക്ക് ഫൈ ആയി നൽകിയതിൽ നിന്ന്, യുദ്ധത്തിൽ നിന്ന് കിട്ടിയ മുതലിൽ നിന്ന്, അങ്ങനെ കിട്ടിയ അടിമ സ്ത്രീകളെയും എന്ത് ചെയ്യാം? അങ്ങക്ക് ഹലാലാക്കാം. ഒ ബനാത്തി അമ്മിക്ക, പിതൃവ്യന്റെ പെൺമക്കളെ. പിതൃവ്യന്റെ പെൺമക്കൾ പറഞ്ഞാല് അമ്മ എന്ന് പറഞ്ഞാൽ വാപ്പന്റെ സഹോദരന്മാർക്കാണ് എന്ത് പറയല്? അമ്മ, ജ്യേഷ്ഠൻ, മൂത്താപ്പ, എളാപ്പ നമ്മൾ പറയില്ലേ? ഉപ്പാന്റെ നേരെ ജ്യേഷ്ഠന്മാർ, അഞ്ചന്മാർക്ക് അമ്മ എന്നാണ് പറയല്. കേട്ടില്ല നിങ്ങള്? അമ്മ. അല്ലാഹുമ്മ റളാൻ അമ്മൈ നബിയിക ഹംസത വൽ അബ്ബാസ്. കേട്ടില്ലേ? ഉറങ്ങളേക്കപ്പോഴും ഉറങ്ങള് എവിടെ ഉണ്ടായാലേ? ഖുതുബയിൽ ഉണ്ടായില്ലേ? അല്ലാഹുമ്മ റളാൻ അമ്മൈ. അമ്മൈ എന്ന് പറഞ്ഞാൽ രണ്ട് പ്രതിഭന്മാർ. ആരൊക്കെ? ഹംസത വൽ അബ്ബാസ്. ഹംസ റളിയല്ലാഹു അൻഹു, അബ്ബാസ് റളിയല്ലാഹു അൻഹു നീ തൃപ്തിപ്പെടണേ എന്നാണ് എന്ത് ചെയ്യുന്നേ? ദുആ ചെയ്യുന്നേ. അതാണ് അമ്മ. അറബികൾ സാധാരണ പ്രായമുള്ള ആൾക്കാരൊക്കെ എന്ത് വിളിക്കലുണ്ട്? യാ അമ്മി വിളിക്കലുണ്ട്. നമ്മൾ കാക്കാന്നൊക്കെ വിളിച്ചല്ലേ? പ്രായമുള്ള കുറച്ച് ആൾക്കാരെ, പഴയ കുട്ടികൾ, ഇപ്പോഴുള്ള കുട്ടികൾ എന്താ വിളിക്കലും എനിക്ക് അറിയില്ല. പഴയക്കാരൊക്കെ നമ്മളൊരു കാക്കയെന്നൊക്കെ വിളിക്കൂലേ? അത് വിളിക്കുന്നതിന് പകരം അറബികൾ എന്ത് വിളിക്കലുണ്ട്? യാ അമ്മ. അതാണ് അമ്മ. ഇവിടുത്തെ അമ്മ പിതൃവ്യ ബനാത്തി അമ്മിക്ക് പറഞ്ഞാൽ നിന്റെ പിതൃവ്യന്റെ പുത്രിമാരെ. ഓ ബനാത്തി അമ്മാത്തിക്ക്,
അമ്മായിയുടെ അമ്മത്താണ്. അമ്മ പറഞ്ഞാല് ഉപ്പാന്റെ സഹോദരന്മാർ, അമ്മത്ത് പറഞ്ഞാൽ ഉപ്പാന്റെ സഹോദരിമാർ, അമ്മയ്യള്. ഒബനാത്തി അമ്മാച്ചിക്ക, സഹോദരിമാരുടെ ഉപ്പാന്റെ എന്നുവെച്ചാൽ അമ്മായിന്റെ പെൺമക്കൾ. ഒബനാത്തി ഖാലിക്ക, നിന്റെ അമ്മാവന്മാര്. ഖാൽ എന്ന് പറഞ്ഞാൽ ഉമ്മാന്റെ സഹോദരന്മാർക്കാണ് എന്ത് പറയല്? ഖാലി. നമ്മൾ അമ്മമാര് എന്നൊക്കെ പറയില്ലേ, അവര് അമ്മമാരെ മക്കൾ. ഒബനാത്തി ഖാലാത്തിക്ക എന്ന് പറഞ്ഞാൽ ഇളയമ മൂത്തമ്മ മക്കളുടെ, എന്നുവെച്ചാൽ ഉമ്മന്റെ ജ്യേഷ്ഠത്തി അഞ്ചത്തിമാരുടെ മക്കളെയും കല്യാണം. അല്ലത്തി, എങ്ങനെയുള്ളവരാണ് അവർ? ഹാജർന മാക്, തങ്ങളോട് കൂടെ എന്ത് ചെയ്തേന്? ഹിജ്റ ചെയ്തു വന്നു. വംറഅത്തൻ മുഅ്മിനത്തൻ, മുഅ്മിനത്തായ ഒരു സ്ത്രീയെയും വിവാഹം കഴിക്കലിനെ തങ്ങൾക്ക് എന്താക്കിയിട്ടുണ്ട്? ഹലാലാക്കിയിട്ടുണ്ട്. ഇൻ വഹബത്ത് നഫ്സഹാ ലിന്നബിയ്യി, അവരുടെ നഫ്സിനെ അവർ ദാനം നൽകുകയാണെങ്കിൽ. ആർക്ക്? ലിന്നബിയ്യി, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഞാൻ എന്നെ ദാനം തന്നിരിക്കുന്നു, എനിക്ക് മഹ്റും വേണ്ട, ഒന്നും വേണ്ട, ഞങ്ങൾക്ക് എന്ത് തന്നിരിക്കാണ്? എന്നെ ദാനം തന്നിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സ്ത്രീ. ഇൻ അറാദൻ നബിയു അൻ യസ്തൻകിഹഹാ, ഇൻ അറാദൻ നബിയു, നബി ഉദ്ദേശിക്കുകയാണെങ്കിൽ, അൻ യസ്തൻകിഹഹാ, അവരെ വിവാഹം കഴിക്കാൻ നബി ഉദ്ദേശിക്കുകയാണെങ്കിലാണ് എന്ത് ചെയ്യേണ്ടി? അല്ലാണ്ട് ഓലൊരു ദാനം തന്നു വിചാരിച്ചിട്ട് അതിനേക്കാളും മുഴുവൻ കെട്ടിയച്ചോളന്ന് ഒരു നിർബന്ധമില്ല. അൻ യസ്തൻകിഹഹാ ഖാലിസതൻ ലക മിൻ ദൂനിൽ മുഅ്മിനീൻ. ഈ പറഞ്ഞ നിയമം ആർക്കാണ്? ഖാലിസതൻ ലക്, നബിയെ അങ്ങക്ക് മാത്രാണ്. മിൻ ദൂനിൽ മുഅ്മിനീൻ, ആർക്കില്ല. അതുകൊണ്ട് കോളേജിൽ നിന്നൊരു കുട്ടി ഞാൻ ഞങ്ങൾക്ക് ദാനം തന്നേന്ന് പറഞ്ഞാൽ കൂട്ടിക്കൊണ്ടുവരാൻ എന്തില്ലേ? ഖാലിസതൻ ലക്, തങ്ങൾക്ക് മാത്രം പ്രത്യേകമാണ്. മിൻ ദൂനിൽ മുഅ്മിനീൻ, ആരെ കൂടാതെ? ഖദ് അലിംനാ മാ ഫറദ്നാ അലൈഹിം ഫീ അസ്വാജിഹിം വമാ മലക്കത് അയ്മാനുഹും ലികൈ ലാ യകൂന അലൈക ഹറജുൻ. ഖദ് അലിംനാ, നാം അറിഞ്ഞിരിക്കുന്നു. മാ ഫറദ്നാ അലൈഹിം, അവരുടെ മേൽ നിയമമാക്കിയതിനെ. ഫീ അസ്വാജിഹിം, അവരുടെ ഇണകളിൽ. വമാ മലക്കത്ത് അയ്മാനുഹും, അവർ വലത് കൈയോടമയാക്കിയത് പറഞ്ഞ അടിമ സ്ത്രീകൾ. ലികൈ ലാ യകൂന അലൈക ഹറജ്, അങ്ങയുടെ മേൽ ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടി. വകാന അല്ലാഹു ഗഫൂറ റഹീമ, അല്ലാഹു കരുണ കാണിക്കുന്നവനും ഏറെ പൊറുക്കുന്നവനുമാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയണ, യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അഹ്ലൽനാ ലക അസ്വാജക അല്ലത്തി ആതൈത ഉജൂറഹുന്ന, തങ്ങൾ മഹർ കൊടുത്ത് വിവാഹം കഴിച്ച സ്ത്രീകളെ അങ്ങക്ക് എന്താണ്? ഹലാലാണ്, അനുവദനീയമാണ്. വമാ മലക്കത്ത് യമീനുക്, വലത് കൈ ഉടമപ്പെടുത്തിയത് എന്ന അടിമ സ്ത്രീകളെയും. മിമ്മാ അഫാ അല്ലാഹു അലൈക്, അല്ലാഹു നിങ്ങൾക്ക് ഫൈ ആയി നൽകിയത്, യുദ്ധത്തിലൂടെ നൽകിയതായ സ്ത്രീകളെ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, യുദ്ധത്തിലൂടെ കിട്ടിയ സ്ത്രീകളെ മാത്രമേ കല്യാണം കഴിക്കാവൂ എന്നില്ല. അങ്ങനുണ്ടോ? അങ്ങനില്ല. ഇത് യുദ്ധത്തിൽ കിട്ടിയ അടിമ സ്ത്രീകളെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഭാര്യ ഹലാലായിട്ടുള്ളൂ. പൈസ കൊടുത്ത് വാങ്ങാന്നുള്ളൊരു സിസ്റ്റം കൂടി ഉണ്ട്. എവിടെ പോയി? 60 നാടുകളിൽ പൈസ കൊടുത്ത് വാങ്ങാന്നുള്ളൊരു സിസ്റ്റം ഉണ്ട്. അവൻ പൈസ കൊടുത്ത് വാങ്ങിയ ആളുകളെ ഇതേമാതിരി ഹലാലാവൂലേ? തീർച്ചയായിട്ടും ഹലാലാവും. ഇത് അല്ലാഹു തആല ഇതിൽ വലിയൊരു മാന്യത ഉണ്ട്. ഏതിൽ വഴി? ഒരു യുദ്ധത്തിലൂടെ വരുമ്പം കിട്ടിയ ആളുകളിൽ എന്തുണ്ടാവും? ഒരു മാന്യത. ഇപ്പം എന്ന് പറഞ്ഞാല് യുദ്ധം ചെയ്തു, രാജാവിന്റെ മോളെ പിടിച്ചു, രാജാവിന്റെ മോളെ തടവുകാരിയായി കിട്ടി. അതിനെ ഒരു മാന്യനായ ഒരാൾക്ക് കൊടുക്കുക എന്നുള്ളത് എന്താണ്? അവരോട് കാണിക്കണേ ഒരു മര്യാദയാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? അവരോട് കാണിക്കണേ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കാര്യം വളരെ എന്ത് ചെയ്തിരുന്നു? ശ്രദ്ധിച്ചിരുന്നു. പിന്നെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാരിയത്തുൽ ഖിബ്തിയ റളിയല്ലാഹു അൻഹനെ എങ്ങനെ കിട്ടിയാണ്? മുഖൈഖിസ് രാജാവ് എന്ത് ചെയ്തതാണ്?
ദാനമായി കൊടുത്തതാണ്, തങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അടിമനെ അയച്ചു കൊടുത്തതാണ്. പക്ഷേ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ എന്ത് ചെയ്തു? അവരെ സ്വതന്ത്രയാക്കി. ആരെ? മരിയത്തുൽ ഖിബ്തിയ്യ റളിയല്ലാഹു അൻഹനെ സ്വതന്ത്രയാക്കി. സഫിയ റളിയല്ലാഹു അൻഹനെയും എന്ത് ചെയ്തു? നബി തങ്ങൾ സാസം രണ്ടാളും മഹർ എന്താണ് പറഞ്ഞാൽ സ്വതന്ത്രരാക്കുക എന്നുള്ളതാണ് അവരുടെ മഹർ. മരിയത്തുൽ ഖിബ്തിയ്യ റളിയല്ലാഹു അൻഹയിലാണ് ആരുണ്ടായത്? ഇബ്രാഹിം എന്ന് പറഞ്ഞ കുട്ടിണ്ടായത്. പിന്നെ ബനാത്തി അമ്മിക്, അന്ന് നാട്ടില് ഉണ്ടായിരുന്ന രണ്ടവസ്ഥകൾ ഉണ്ടായിരുന്നു. ഒന്ന്, ചിലവര് അകന്ന ബന്ധുക്കളെ പോലും എന്ത് ചെയ്യൂല? കല്യാണം കഴിക്കൂല. അകന്ന് കുറെ ദൂരമുള്ള ബന്ധുക്കളെ പോലും എന്ത് ചെയ്യൂല? കല്യാണം കഴിക്കൂല. മറ്റൊന്ന്, സ്വന്തം അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ വരെ എന്ത് ചെയ്യും? കല്യാണം കഴിക്കും. അടുത്ത് നിൽക്കുന്ന ആളെ എന്ന് വെച്ചാൽ സ്വന്തം ജ്യേഷ്ഠന്റെ മോളെ കല്യാണം കഴിക്കുക, സ്വന്തം സഹോദരിയുടെ മകളെ കല്യാണം കഴിക്കുക. മുറപ്പെണ്ണ് എന്നൊക്കെയാണ് തോന്നുന്നത് അതിനെന്തോ പറയല്. ഇപ്പൊ ഒരു കേസ് കേട്ട് വന്നിട്ടുണ്ട്. അവർ രണ്ടാളും മുസ്ലിമായി. ആര്? ഈ ഭാര്യ ഭർത്താവും മുസ്ലിമൊക്കെ ആയി. കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ അന്വേഷിച്ച് നോക്കിയപ്പോ പെങ്ങളെ മോളേനെ എന്ത് ചെയ്തത്? കല്യാണം കഴിച്ചത്. ആരെ മോളെ? പെങ്ങളെ മോളേനെ എന്ത് ചെയ്തത്? കല്യാണം കഴിച്ചത്. അതിൽ കുട്ടികളും ഉണ്ട്. എനിക്ക് മനസ്സിലായിണ്ടോ? അപ്പൊ ഞാൻ കേട്ട് അത്ഭുതപ്പെട്ടു. അങ്ങനെ ഉണ്ടോ? അപ്പൊ ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോ ഈ ഇവരിൽ കുറെ എന്തുണ്ട്, കുട്ടികളാവുമ്പം തന്നെ പറഞ്ഞു വെച്ചിട്ട് എന്തായിണ്ട് കല്യാണങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ നിന്ന് ഉറപ്പുണ്ട് എന്തെന്ന് പറയേണ്ടവര്. അപ്പൊ എന്തായാലും ബന്ധം വേർപെടുത്തണം. ഒരു രണ്ടാളും ഭാര്യ ഭർത്താവ് ഇരുന്നാ ഒരു രണ്ടാളും ഭയങ്കര കച്ചടി തല്ലൊക്കെ ആണെങ്കിൽ പോട്ടാന്നൊക്കെ. എന്തിലാണുള്ളത്? വലിയ സ്നേഹത്തിലുമാണ്, കുട്ടികളും ഉണ്ട്. എന്നിട്ട് ആ സ്ത്രീക്ക് ആ വീടും ആ കാര്യമൊക്കെ കൊടുത്തിട്ട് ഇവൻ ചെലവൊക്കെ ഇവന് കാണാനും പറ്റുമല്ലോ. ആരെ വൈ? നിങ്ങൾക്ക് മനസ്സിലായില്ല? പെങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല? നിങ്ങൾ അന്തം വിട്ടിക്കണ കണ്ടിട്ട് പെങ്ങളെ മോളെ എന്തായാലും കണ്ടൂടെ? കാണാൻ പറ്റൂലേ? ഇസ്ലാമിൽ കാണാം. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് പോവാ, ഒക്കെ ചെയ്യാ. പക്ഷേ ശാരീരിക ബന്ധം പറ്റൂല എന്ന് പറഞ്ഞേ. ഇപ്പൊ ഓൾക്ക് വേറെ കല്യാണം നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലുണ്ടോ? അപ്പൊ ഈ രണ്ട് സംഭവം ഉണ്ടായിരുന്നു. അതിനെ ക്ലിയർ ചെയ്യാണ് ആര്? അല്ലാഹു തആല. അന്നുണ്ട്, ഇന്നും കാണുന്നുണ്ട്. അത് നമുക്ക് ഇങ്ങനെ തോന്നുന്നു, എങ്ങനെ പെങ്ങളെ മോളെ കല്ല? അതിനൊക്കെ അവലെ ഈ ഒരിടയിൽ പിന്നെ നിയമം തന്നെ ഇല്ല. തമിഴ്നാട്ടുകാരാണ് പേര്. ഇവിടെ വന്ന് താമസാക്കിയതാണ്. അപ്പൊ പിന്നെ തമിഴ്നാട് കൊടകിൽ നിന്നൊരു കേസ് വന്നിരുന്നു കഴിഞ്ഞ കൊല്ലവും. അതും ഇതേപോലെ തന്നെയാണ്. അത് മുസ്ലിമീങ്ങളാണ്. പക്ഷെ എന്താന്ന് പറഞ്ഞാല് കുറെ മക്കളുണ്ട്. അതിൽ വലിയ എന്ന് പറഞ്ഞാൽ ഇവന്റെ ഉമ്മന്റെ അല്ല, ഇവന് കുറെ അവരെ മക്കളൊക്കെ ഇവനേക്കാളും മൂത്തുണ്ട്. വലിയ താത്തനെ മൈസൂർ കെട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലുള്ള കുട്ടികൾ അതിൽ വരവും പോക്കൊന്നും വലിയ അങ്ങനെ കാര്യമായിട്ടില്ല. പിന്നെ അവസാനം ആ ബന്ധം നിലക്കാൻ വേണ്ടിയിട്ട് ഈ ആങ്ങളിനോട് കല്യാണം കഴിപ്പിച്ചു. എന്നുവെച്ചാൽ ഇതേമാതിരി തന്നെ അമ്മോനോട് കല്യാണം കഴിപ്പിച്ചു. ഇവനിതൊന്നും അറിയില്ല. ഇവനെവിടുന്നോ സംസാരമൊക്കെ കേട്ട് ഏതോ ജമാഅത്തിന്റെ കൂടെ ഇരുന്നപ്പോഴൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ട് ഓൻ മലപ്പുറത്ത് നിന്നാണ്. ആരോ ഒരാൾ പറഞ്ഞു കൊടുത്തിട്ട് മലപ്പുറത്ത് നിന്ന് ഓനോന്റെ ജ്യേഷ്ഠന്മാരെ കൂടിയിട്ട്. നിങ്ങൾ ആലോചിക്ക്. ഈ വയനാട് കുട്ടാന്നൊക്കെ പറഞ്ഞ സ്ഥലല്ലേ, അവിടെയാണ് ഇപ്പോഴും താമസിക്കുന്നത്. ഞാനും ഇതേമാതിരി പറഞ്ഞു, എന്റെ പെങ്ങൾ കുട്ടിയാണ്, അത് നമുക്ക് പറ്റൂല, നിക്കാഹന്നെ ഫാസിദാണ്, നിക്കാഹന്നെ ശരിയല്ല, തലാക്കും കൂടി ചെല്ലേണ്ട ആവശ്യമില്ല. നിനക്കത് ശരിയായാലല്ലേ എന്തിന്റെ ആവശ്യമുള്ളൂ? ആ ഒരു കുട്ടിയുണ്ട്. അപ്പൊ മനുഷ്യർക്ക് ദീൻ അറിഞ്ഞില്ലെങ്കിൽ അബദ്ധങ്ങളാണ്. ഈ ഗ്രാമങ്ങളിലൊക്കെ അത് എന്ത് ചെയ്യണ്ട്? നമ്മൾ വിചാരിക്കും നല്ല ദീൻ ഇവിടെ ഉഷാറായിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്നതല്ല. ഉള്ള ഏരിയകളിൽ പല സംഗതി. അപ്പൊ കുറെ അകൽച്ചയിലുള്ളത്. നമുക്ക് നേരെ എന്നും വന്നു പോണ പെങ്ങളൂട്ടിനെ കിട്ടാൻ പറഞ്ഞാൽ നമുക്ക് എന്താവും? തമിഴ്നാട്ടിൽ അങ്ങനെ കല്യാണം. ഞാൻ പറഞ്ഞ ഈ ഇസ്ലാമിലേക്ക് വന്ന് പറഞ്ഞ പോലെ തമിഴ്നാട്ടുകാരാണ്.
അതൊന്ന് ഇതാവാൻ വേണ്ടിയിട്ടാണ്. പറ്റ അടുത്തവരും പറ്റൂല, എന്നാ അകന്നോരെ കഴിക്കുന്നതിനോട് കുഴപ്പമില്ല എന്നുള്ള നിയമം പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. എന്ത് നിങ്ങൾക്ക് അനുവദീയമാക്കി തന്നു. ബനാത്തി അമ്മിക്ക, പിതൃവ്യന്റെ മക്കളെ, ഉപ്പാന്റെ ജ്യേഷ്ഠന്റെ പെൺമക്കളെ, മൂത്താപ്പന്റെ മോള്, എളാപ്പന്റെ മോളൊക്കെ എന്ത് ചെയ്യാ, കല്യാണം കഴിക്കണം. അത് നമുക്കിങ്ങനെ മൂത്താപ്പ വേണമെങ്കിൽ ദൂരെ പോയി താമസിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പോ എന്താവും, തൊട്ടടുത്ത ഈ വരയിലാണെങ്കിൽ നമുക്ക് എന്താവൂല, ചിന്തിക്കാനും കൂടി പറ്റൂല. നമ്മളിങ്ങനെ പെങ്ങള് എന്ന് പറഞ്ഞിങ്ങനെ കൊണ്ടെടുക്കാൻ ആ സാധനത്തിനെ മുറിക്കുകയാണ് എന്ത് ചെയ്യുന്നത്. അല്ലാണ്ട് അളപ്പന്റെ മോളന്നെ പോയി കെട്ടണം എന്നൊന്നല്ല എന്ത് ചെയ്യുന്നത് ഈ പറയുന്നത്. ഒബനാത്തി അമ്മിക്ക, ഒബനാത്തി അമ്മാത്തിക്ക്, അമ്മായിന്റെ മക്കള്, ഒബനാത്തി ഖാലിക്ക, അമ്മോന്റെ മക്കള്, ഒബനാത്തി ഖാലാത്തിക്ക്, ഇളയമ മൂത്തന്മാരുടെ പെൺമക്കൾ. ഇതൊക്കെ പെൺമക്കളെ കല്യാണം കഴിക്കാം. അല്ലത്തി ഹാജർന മഅക്, അങ്ങയുടെ കൂടെ ഹിജറ ചെയ്തവർ. ഹിജറ ചെയ്തവർക്ക് മാത്രമേ കെട്ടാൻ പറ്റുള്ളൂ ആണോ ഹൈ? അല്ല, ഹാജർന മഅക് എന്ന് പറഞ്ഞാല് അന്നത്തെ ആ സാഹചര്യം കൂടി വ്യക്തമായിട്ട് പറയാണ്. ഇപ്പൊ പലപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ടാവും, മുഅ്മിനത്തായാലോട് കൂടി ഒരു ഹിജറ പോകേണ്ടി വരും. പിന്നെ ഓല കാര്യങ്ങളൊന്നും നോക്കാനും കാര്യത്തിനൊന്നും ആരുണ്ടാവൂല. കുടുംബങ്ങളൊക്കെ ഇവിടെ അവിശ്വാസികളായിട്ട് മക്കത്തുണ്ടാവും, ഒരു ഹിജറ ചെയ്ത് അങ്ങോട്ട് വന്നിട്ടുണ്ടാവും. അപ്പം അവർക്ക് എന്ത് കൊടുക്കണം ഭൈ? മുൻഗണന കൊടുക്കണം. അതാണ് അല്ലത്തി ഹാജർന മഅക്. എപ്പോഴും ഈ മുൻഗണന ഒരു സാധനം ഉണ്ടാവുമല്ലോ, നമ്മൾ പരിഗണിക്കണം. ഇപ്പൊ നമ്മളൊരു ജ്യേഷ്ഠൻ മരിച്ചു പോയിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഒരു അഞ്ചൻ മരിച്ചു പോയിട്ടുണ്ട്, ഓരോ മോളുണ്ട്. പെമ്മക്കളെ കെട്ടിക്കുന്ന കാര്യത്തില് അഞ്ചൻ ജീവിച്ചിരിക്കണ അഞ്ചന്റെ മോളെ കെട്ടിക്കണേക്കാളും നമ്മൾ എന്ത് കൊടുക്കും? കൊടുക്കൂല ഭൈ. കാരണം എന്താ, ആ കുട്ടികളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ ആരില്ല, ഓലെ വാപ്പല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു എന്ത് കൊടുക്കും? അതിന്റെ അർത്ഥം വാപ്പള്ള എന്നുവെച്ചാൽ അഞ്ചൻ ജീവിച്ചിരിക്കണ അഞ്ചന്റെ മോളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കരുത് എന്നർത്ഥം ഉണ്ടതിന് ഇല്ലല്ലോ. അതാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ഹിജറ ചെയ്ത് വന്ന അമ്മായി കുട്ടീനെ മാത്രമേ കെട്ടാവൂ എന്നെന്തില്ല. ഇത് പറഞ്ഞത് അവർക്ക് എന്ത് ചെയ്യണം? മുൻഗണന കൊടുക്കണം. പിന്നെ വംറഅത്തൻ മുഅ്മിനത്തൻ, ഒരു മുഅ്മിനത്തായ സ്ത്രീനെയും, ഇൻ വഹബത്ത് നഫ്സഹ, അവളെ നഫ്സിനെ എന്ത് ചെയ്തു? ദാനം ചെയ്തു. എന്നുവെച്ചാൽ ഞാൻ എന്നെ തങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് വന്ന് പറയുക. അങ്ങനെ ഒരുപാട് സ്ത്രീകൾ ആരോട് പറഞ്ഞിട്ടുണ്ട്? നബി തങ്ങൾ സഹാസങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഖൗല റളിയല്ലാഹു അൻഹ, ഖൗല റളിയല്ലാഹു അൻഹ നിങ്ങൾക്ക് അറിയില്ലേ ആരാണ്? അള്ളാനോട് സംസാരിച്ചു പറഞ്ഞ ഖൗല റളിയല്ലാഹു അൻഹ നബി തങ്ങൾ സഹാസങ്ങളോട് പറഞ്ഞു, ഞാൻ എന്ത് വഹബ്തു നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്തു? എന്നെ ദാനമായി. ഇൻ അറാദൻ നബിയ്യു അൻ യസ്തൻകിഹഹ, അവരെ വിവാഹം കഴിക്കണമെന്ന് നബിതങ്ങ സഹാസങ്ങൾ ആഗ്രഹിച്ചാൽ എന്ത് ചെയ്താൽ മതി. അല്ലാണ്ട് ഒരു സ്ത്രീ വന്നിട്ട് എന്ത് പറയാണ്, ഞാൻ നിങ്ങൾക്ക് ദാനം തന്നു പറഞ്ഞാൽ ഒലക്കപാടെ ഏറ്റെടുക്കാൻ പറ്റൂല. കാരണം അവിടെ സ്ത്രീകൾ എന്ന് പറയും ചെയ്യും. കാരണം നബിതങ്ങ സഹാസങ്ങളെ ഭാര്യമായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഓരെന്ത് ചെയ്യുന്നത്. ഓര് വന്ന് പറയുന്നത് നാളെ സ്വർഗത്തില് എന്തായാലും നബിതങ്ങ സഹാസങ്ങളെ കൂടെ എന്ത് ചെയ്യാം, പോകാം എന്ന്. നബിതങ്ങ സഹാസങ്ങളെ ഭാര്യമാര് വരെ അങ്ങനെ ഉണ്ട്. നബിതങ്ങ സഹാസങ്ങളുടെ ഒരു ഭാര്യ സൗദ റളിയല്ലാഹു അൻഹ, നബിതങ്ങ സഹാസങ്ങൾ തലാഖെല്ലാൻ ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പം, തലാഖെല്ലണം എന്നുള്ളൊരു അവസ്ഥ എത്തിയപ്പോ അവര് പറഞ്ഞു, എന്നെ തലാഖെല്ലണ്ട, ഞാന് എന്റെ ദിവസവും എന്റെ കാര്യങ്ങളും എന്നെങ്ങള് അങ്ങനെ നോക്കൊന്നും വേണ്ട, എന്തായാലും നിന്നാ മതി, എനിക്ക് തങ്ങളുടെ നിക്കാഹിൽ മതി, എനിക്ക് നാളെ സ്വർഗത്തിൽ തങ്ങളോടൊപ്പം ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞു. മനസ്സിലായ? അപ്പം നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭാര്യയായി സ്വർഗത്തിൽ ഉണ്ടാവുക എന്നുള്ളത് ഒരു വലിയ നല്ല ചാൻസ് അല്ല. അപ്പൊ സ്ത്രീകൾ വന്നിട്ട് എന്തു പറയും? അപ്പൊ അവരെല്ലാരും ഏറ്റെടുക്കണമെന്നില്ല. ഈ നിയമം ആർക്ക് മാത്രമേ ഉള്ളൂ? അല്ലെങ്കിൽ ഇപ്പൊ ആകെ കുടുങ്ങിയാണ്. ഇപ്പൊ അതിന്റെ സ്വന്തം കാലഘട്ട ഇതിന്റെ ദാനം തന്നു അറിയാണ്. ടെക്സ്റ്റൈൽസ് തുണിപ്പാൻ വാങ്ങാൻ വന്നാലും ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വന്നാലും ബീച്ചിൽ നിന്ന് കണ്ടാലൊക്കെ എന്താണ്, ദാനം കൊടുക്കാനുള്ള സർട്ടിഫിക്കറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യണേ, ദാനം തീരാധാരമായിട്ടാണ് എന്ത് ചെയ്യണേ. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത് ഖാലിസത്തല്ലക്, തങ്ങൾക്ക് മാത്രമായിട്ട്, മിൻ ദൂനിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് ഈ നിയമം
ഈ പറഞ്ഞ നിയമം മാത്രം കേട്ടോ, എല്ലാം വനാത്തി അമ്മിക്ക അമ്മാച്ചിക്ക ഒക്കെ അതൊക്കെ ഉണ്ട്. ഈ ഒറ്റ നിയമം ഏത്? വംറഅത്തൻ മുഅ്മിനത്തൻ ഇൻ വഹബത് നഫ്സഹാ ലിന്നബിയ്യിൻ അറാദ അൻ-നബിയ്യു അൻ യസ്തൻകിഹഹാ ഖാലിസതൻ ലക് മിൻ ദൂനിൽ മുഅ്മിനീൻ ഖദ് അലിംനാ മാ ഫറദ്നാ അലൈഹിം. നാം അറിഞ്ഞിരിക്കുന്നു മാ ഫറദ്നാ അലൈഹിം, അവരുടെ മേൽ നിയമമാക്കിയതിനെ, ഫീ അസ്വാജിഹിം, അവരുടെ ഇണകളിൽ, വമാ മലക്കത ഐമാനുഹും, അവരുടെ അടിമ സ്ത്രീകളിലും നിയമമാക്കിയ കാര്യത്തെ, ലിക്കൈലാ യകൂന അലൈക ഹറജ്, നിന്റെ മേൽ ബുദ്ധിമുട്ട് ഇല്ലാതിരിക്കാൻ വേണ്ടിട്ട്. നിന്റെ മേൽ എന്തില്ലാതിരിക്കാൻ വേണ്ടിട്ട്? ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിട്ട്. എന്ന് വെച്ചാൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഫറളാക്കിയ കാര്യങ്ങള് എന്താണ്? ഭാര്യമാരോടും ബാക്കിയുള്ളവരോടൊക്കെ ഉള്ള കടമകളുണ്ടല്ലോ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രത്യേകമായി അള്ളാഹു നൽകിയ ഒരു ഇളവാണത്. തങ്ങൾക്ക് ഇന്നാളെ പരിഗണിച്ചിട്ടില്ല, ഇന്നാളെ ഇത് ചെയ്തിട്ടില്ല, ഇത്ര ദിവസം ഇന്നാളെടുത്ത് തന്നെ പോണം, അങ്ങനത്തെ ഒരു നിയമം ആർക്ക് കൊടുത്തിട്ടില്ല? നബി തങ്ങൾ സഹസങ്ങൾക്ക് മാത്രമല്ല, തങ്ങൾക്കത് കൊടുത്തിട്ടില്ല. ഇന്ന ഭാര്യന്റെ അടുത്ത് ഇത്ര ദിവസം നിന്നില്ലേ എന്നുള്ള നിയമം ആർക്കില്ലായിരുന്നു? പക്ഷെ നബിതങ്ങൾ സഹസങ്ങളിൽ അതെന്ത് ചെയ്തിട്ടുണ്ട്? തങ്ങൾ നീതിമാനായതുകൊണ്ട്, തങ്ങൾ നീതി ഇഷ്ടപ്പെടുന്നതുകൊണ്ട് തങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? അത് പാലിച്ചിട്ടുണ്ട്. പക്ഷെ തങ്ങൾക്ക് എന്തില്ല? നിയമമില്ല. ആർക്ക്? നബിതങ്ങൾ സഹസൻ തങ്ങൾക്ക്. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? ലിക്കൈലാ യകൂന അലൈക ഹറജ്, അങ്ങക്ക് എന്തില്ലാതിരിക്കാൻ, ബുദ്ധിമുട്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്. വകാന അല്ലാഹു ഗഫൂറർ റഹീമ, അല്ലാഹു കരുണ കാണിക്കുന്നവനും ഏറെ പൊറുക്കുന്നവനുമാണ്. തുർജി മൻ തശാഉ മിൻഹുന്ന, തുർജി മൻ തശാഉ മിൻഹുന്ന, അവരിൽ തങ്ങൾ ഇഷ്ടപ്പെട്ടവരെ തങ്ങൾക്ക് അകറ്റി നിർത്താം, എന്നുവെച്ചാൽ മാറ്റി നിർത്താം, എന്നുവെച്ചാൽ ഓരോ ഒഴിവാക്കാം. വതുവി ഇലൈക മൻ തശാ, തങ്ങൾ ഉദ്ദേശിച്ചവരെ തങ്ങളിലേക്ക് ചേർത്ത് നിർത്തുകയും ചെയ്യാം. വമനിബ്തഗൈത മിമ്മൻ അസൽത, തങ്ങൾ അകറ്റി നിർത്തിയവരിൽ നിന്ന് ആരെങ്കിലും തങ്ങൾ വീണ്ടും ആഗ്രഹിക്കുകയാണെങ്കിൽ ഫലാ ജുനാഹ അലൈക്, നബിയെ തങ്ങളുടെ മേൽ എന്തില്ല? ഒരു ബുദ്ധിമുട്ടില്ല. എന്ന് വെച്ചാൽ നബിതങ്ങൾ സഹസങ്ങളെ കാര്യത്തിൽ ഫുൾ എന്താക്കി കൊടുക്കാണ്? ഫ്രീ ആക്കി കൊടുക്കാണ്. ഏതെങ്കിലും ഒരാളെ വേണ്ടെങ്കിൽ അവരകറ്റിർത്ത, ഏതെങ്കിലും അകറ്റി നിർത്തിയ ഒരാളെ അടുപ്പിക്കണം തോന്നാണ്, അതാക്കാം. ഒക്കെ തങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? അനുവദനീയമാക്കി തന്നെ. ദാലിക അദ്ന അൻ തഖറ അയ്യുനുഹുൻ, അത് അവരുടെ കണ്ണ് കുളിർമയാകുന്നതിന് ഏറ്റവും അടുത്തതാണ്. വലാ യഹ്സന്ന, അവർ ബുദ്ധിമുട്ടാകാതിരിക്കുന്നതിനും വ്യസനിക്കാതിരിക്കുന്നതിനും, വയർലൈന, അവർ തൃപ്തിപ്പെടുന്നതിന് വേണ്ടിയിട്ടും, ബിമാ ആതൈതുഹുന്ന കുല്ലഹുന്ന, അവർക്കെല്ലാവർക്കും നൽകിയതിൽ അവർ തൃപ്തിപ്പെടുന്നതിനും വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ എന്ത് വെച്ചത്? നിയമം വെച്ചത്. എന്ന് വെച്ചാൽ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ കൃത്യമായിട്ട് വന്നോളണമെന്നൊന്നും ഇല്ല എന്നുണ്ടായിരിക്കെ തങ്ങൾ നിയമം നടപ്പിലാക്കുമ്പം, കറക്റ്റ് വീതം വെക്കുമ്പം ഓർക്ക് എന്തുണ്ടാവും? ഓർക്ക് സന്തോഷം ഉണ്ടാവും. അവരെ കണ്ണ് കുളിർമയാകുന്ന ദാലിക അദ്ന അൻ തഖറ അയ്യുനുഹുൻ എന്ന് പറഞ്ഞില്ലേ അല്ലെ? അത് തന്നെ. അത് അവരെ കണ്ണ് കുളിർമയാവാൻ ഏറ്റവും അടുത്തതാണ്. പറഞ്ഞാൽ എല്ലാരോടും എന്ത് കാണിക്കാണ്? നീതി കാണിക്കേണ്ട ആവശ്യമില്ല, എന്നിട്ടും എന്ത് കാണിക്കാണ്? നീതി കാണിക്കാണ്. അല്ലെങ്കിൽ അതിൽ നല്ലതിനെ ചെയ്തു കൊടുക്കാണ്. ഇപ്പൊ ഒരു ജ്യേഷ്ഠൻ മരിച്ചു പോയിട്ടുണ്ട്, വാപ്പ മരിക്കണതിന് മുമ്പായിട്ട്, പിന്നെ വാപ്പ മരിച്ചുപോയി. അപ്പൊ ആ സ്വത്തിൽ ആർക്കും അവകാശം ഉണ്ടാവില്ല? ഈ ജ്യേഷ്ഠന്റെ മക്കൾക്ക് എന്തുണ്ടാവില്ല? ജ്യേഷ്ഠനായാലും അഞ്ചനായാലും ഓരോ മക്കൾക്ക് എന്തുണ്ടാവില്ല? അവകാശം. പക്ഷെ ഓരോക്കും എല്ലാവരും പാടെ കൂടി എന്ത് ചെയ്തു? അവർ കൂടിയും കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? പറയും. അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, ഓരോ കണ്ണിന് കുളിർമാവും. കാരണം നമ്മളെയും എളാപ്പാരെന്ത് ചെയ്തു? പരിഗണിച്ചു. കാരണം ഒരു സത്യത്തിൽ നമുക്ക് തരേണ്ടതല്ല. അങ്ങനെ കിട്ടുമ്പോ മനുഷ്യർക്ക് എന്തുണ്ടാവും? അവകാശം കിട്ടുമ്പം, ഇപ്പം വേറെ നമ്മളെ അഞ്ചന്മാരെ മക്കളുടെ ഓൽക്ക് കിട്ടി, അതിൽ ഓൽക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല, ഉണ്ടാവോ? മനസ്സിലായി? ഇതേപോലെ
നിബിതങ്ങൾ സഹാസല്ലം തങ്ങൾക്ക് ഇവരുടെ മേൽ ഇത്ര ദിവസം ഇന്നാളെടുത്ത് തന്നെ പോകണം, ഇത്ര ദിവസം ഇന്നാളെടുത്ത് പോകണം, ഇന്നത് ഇങ്ങനെ ചെയ്യണം, അവർക്ക് ഇത്ര കൊടുക്കണം, പോലെ അളവിൽ കറക്റ്റാക്കണം എന്നൊന്നും ആരോട് പറഞ്ഞിട്ടില്ല. കാരണം നിബിതങ്ങൾ സഹാസങ്ങൾ അങ്ങനെ പറഞ്ഞാൽ പിന്നെ ബല കൊണ്ടെടുക്കണ പണി ഉണ്ടാവുള്ളൂ, പിന്നെ എന്തിനു പണി ഉണ്ടാവില്ല. മനസ്സിലായോ? ഇവിടെ ഒന്നുണ്ടായിട്ട് തന്നെ ഇവിടെ മര്യാദയ്ക്ക് മനസ്സിലായിട്ട് നിങ്ങൾക്ക് ബല ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി വണ്ടി എടുത്തിട്ട് നമ്മളെ പണിയൊന്നും നടക്കില്ല. അപ്പൊ ഇനി 2 എണ്ണമുള്ളവന്റെ കഥ എന്തേക്കും? ഓൻ നീതി പാലിക്കാൻ വേണ്ടി ഓടിയെടുക്കണം. അപ്പൊ 9 എണ്ണൊക്കെ ഉള്ള ആളെ കഥ എന്തേക്കും? പിന്നെ ഈറ്റങ്ങളാണെങ്കിലൊക്കെ അളക്കണേ ചെറിയ വലിപ്പ വ്യത്യാസങ്ങളൊക്കെ അളക്കുന്ന ആൾക്കാരാണ് ആര്? നിങ്ങൾ അവിടെ കൊടുത്തതിന് കുറച്ച് കളർ കൂടുതലുണ്ട് എന്നൊക്കെ പറയും. കമ്പനിയിൽ കളർ വ്യത്യാസം വന്നാലും എന്താവും? അപ്പം അതുകൊണ്ടാണ് നബിതങ്ങൾ സല്ലല്ലാഹു തങ്ങൾക്ക് അല്ലാഹു എന്താക്കി കൊടുത്തു? അതാണ് ആ നേരത്തെ പറഞ്ഞത്. ഏത്? ഖദ് അലിംനാ മാ ഫറദ്നാ അലൈഹിം ഫീ അസ്വാജിഹിം വമാ മലക്കത ഐമാനുഹും ലികൈ ലാ യകൂന അലൈക ഹറജ് എന്ന്. ഇവിടെ പറഞ്ഞത് എന്താണ് പറഞ്ഞാൽ ദാലിക അദ്നാ അൻ തഖറ അയ്യുനുഹുൻ, അവരെ കണ്ണ് കുളിർമയാവാൻ വേണ്ടി, വലാ യഹ്സന്ന, അവർക്ക് എന്തില്ലായിരിക്കാൻ? വ്യസനമില്ലായിരിക്കാം. ഈ സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ആൾക്കാരാണ്. ഇതിന്റെ ഭയങ്കര ദുഃഖവും ടെൻഷനും ചെറിയ കാര്യമൊക്കെ പറഞ്ഞു. നമ്മൾ ചിലപ്പോ അടിച്ച് ഡയലോഗൊക്കെ അടിച്ചിട്ട് പോകുന്നുണ്ടാവും. നമ്മളും മെയിൻ ആക്കി ഉണ്ടാവില്ല, നമ്മളൊന്നൊരു വിഷയാക്കി പറഞ്ഞല്ലോ, വർത്താനോട് പറഞ്ഞു പോകുന്നുണ്ടാവും. പക്ഷെ ഓല അതൊക്കെ എന്തായിട്ടുണ്ടാവും? ഓൾക്ക് ഭയങ്കര വിഷമായിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? എല്ലാ സെൻസും വർക്ക് ചെയ്യാത്ത ആൾക്കാരാണ് ആര്? സ്ത്രീകള്. അതുകൊണ്ട് നമ്മള് ചിലപ്പം വെറുതെ ബുദ്ധിയുള്ളവനെ മനസ്സിലാവും, അങ്ങനെ ഒരു കാര്യമായിട്ടൊന്നും പറഞ്ഞല്ല, അപ്പാട് പറഞ്ഞു പോയതാണ് എന്ന് മനസ്സിലാവും. ആണുങ്ങൾക്ക് മനസ്സിലാവും, പക്ഷെ സ്ത്രീകൾക്ക് മനസ്സിലാവും. ഓല അതിന്റെ മേലിൽ എന്താവും? തറിവായി ഓല അതിന്റെ മേൽ എന്നോട് അങ്ങനെ പറഞ്ഞില്ല എന്നൊക്കെ പറയും. നമ്മളതിനേക്കാൾ വലുതും എന്ത് ചെയ്യും? അത് കഴിഞ്ഞ് നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞ് വന്നിട്ട് വർത്താനൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതിന് തന്നെ മനസ്സിലാക്കുക ആ പറഞ്ഞ കാര്യം എന്തല്ലായിരുന്നു വൈ. അതൊരു ടെൻഷൻ അടിച്ചിട്ട് വലിയ മുമ്പൊരു കാര്യത്തിന് പറഞ്ഞതല്ലാന്ന് മനസ്സിലാക്കിയൂടെ? നമ്മൾ പിന്നെ വന്ന് ഓലോട് വർത്താനം പറയാലോ, അല്ല ഇടപെടുമ്പോൾ മനസ്സിലാവല്ലോ. പക്ഷെ ഐറ്റങ്ങൾക്ക് അങ്ങനെ മനസ്സിലാവില്ല. ഓല അതവിടെ കയറ്റി വെച്ചിട്ടുണ്ടാവും. അതവിടെ അങ്ങനെ പിന്നെ എപ്പോഴെങ്കിലും തരും. 10 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിൽ എന്ത് ചെയ്യും? തരും. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് വർത്താനൊക്കെ പറയുമ്പോ നോക്കി പറയാന്നർത്ഥം. അതുകൊണ്ടാണ് അവർക്ക് എന്തെങ്കിലുമൊക്കെ തങ്ങൾക്ക് കിട്ടണമൊക്കെ കൊണ്ടുപോയി കൊടുത്താൽ അവരെന്ത് ചെയ്യും? അവർ തൃപ്തിപ്പെടുകയും ചെയ്യും. വല്ലാഹു യഅലമു മാ ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിലുള്ളതിനെ കുറിച്ച് ആർക്കറിയാം? അല്ലാഹുവിനറിയാം. വകാന അല്ലാഹു അലീമൻ ഹലീമ, അല്ലാഹു സർവജ്ഞനും പിന്നെ സഹനശീലനുമാണ്. ഹിൽം എന്ന് പറഞ്ഞ സാധനം ഒരു വലിയ സാധനമാണ്. അതിന്റെ മലയാള അർത്ഥം എന്താ? സഹനത എന്നൊക്കെയാണ് പറയല്. എനിക്ക് ഞാൻ പഠിക്കുന്ന കാലത്ത് തന്നെ ഡൗട്ടുള്ളൊരു സാധനമാണ്. ഇതുവരെ ചോദിച്ചിട്ട് മര്യാദയ്ക്ക് എന്താണ് ആ സാധനം എന്ന് എനിക്ക് കിട്ടിയില്ല. സഹനത എന്നൊക്കെ പറയും. ഒക്കെ ഇപ്പുറത്ത് സബറും ബാക്കിയുള്ള സാധനമൊക്കെ പാടെ ചേർന്നിട്ടുള്ളൊരു സാധനമാണ് എന്ത്? ഹിൽം, ഹലീമ. പിന്നെ ലാ യഹില്ലു ലക നിസാഉ മിൻ ബഅദു, ഇനി നബി തങ്ങൾ ശാസനങ്ങളുടെ അടുത്ത് പറയാണ്, ലാ യഹില്ലു ലക, നബിയെ തങ്ങൾക്ക് അനുവദനീയമല്ല, ലാ യഹില്ലു ലക നിസാഉ, സ്ത്രീകൾ തങ്ങൾക്ക് എന്തല്ല? അനുവദനീയമല്ല, മിൻ ബഅദു, ഇതിനു ശേഷം. ഏതിനു ശേഷം? ഇപ്പുള്ള ഈ സ്ത്രീകൾ ഉണ്ടല്ലോ, ഈ സ്ത്രീകൾക്ക് ശേഷം ഇനി എന്തില്ല? സ്ത്രീകൾ അനുവദനീയമല്ല, ഇനി കല്യാണം കഴിക്കാൻ പറ്റൂല. ആരോട്? നബി തങ്ങൾ ശാസനങ്ങളോട്. വലാ അൻ തബദ്ദല ബിഹിന്ന മിൻ അസ്വാജിൻ, അവരെന്ത് ചെയ്യല്? മാറ്റല്. മാറ്റലാണ്. 9 എണ്ണം ഉണ്ട്, ഒരാളെ ഒഴിവാക്കിയിട്ട് വേറെ എണ്ണം എന്താണ്? എന്ത് ചെയ്യില്ല? ഇനി പറ്റൂല. മനസ്സിലായിട്ടോ? വേറെ പുതിയ കല്യാണം കഴിക്കാൻ പറ്റൂല. പിന്നെ അപ്പൊ 9 എണ്ണം ഉണ്ട്, ഇനി 9 എണ്ണം ഉണ്ടായിക്കോട്ടെ, എപ്പോഴും വേണ്ട, വേറെ ഒന്നും അങ്ങോട്ട് എടുക്കാം, അതും പറ്റൂല. മനസ്സിലായില്ലേ?
വലൗ അഅജബക ഹുസ്നുഹുന്ന, അവരുടെ സ്വഭാവം ഞങ്ങളെ ആശ്ചര്യപ്പെടുത്തിയാലും, ഒരു ഭയങ്കര സ്വഭാവമുള്ള സ്ത്രീനെ കണ്ടാലും എന്ത് ചെയ്യാൻ പറ്റൂല. ഇല്ലാ മാ മലക്കത് യമീനുക, അടിമ സ്ത്രീകൾ ഒഴികെ. വകാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ റഖീബ, അല്ലാഹു എല്ലാ കാര്യത്തെയും എന്ത് ചെയ്യാണ്? റഖീബ് എന്ന് പറഞ്ഞാൽ എന്താ? സൂക്ഷ്മതയോടുകൂടി നോക്കുക, വീക്ഷിക്കുക. ഈ ക്യാമറക്കൊക്കെയാണ് എന്ത് മുറാഖബ എന്നാണ് പറയില്ല. അതിന് നിരീക്ഷണം. ചെക്ക് പോസ്റ്റ് ഇല്ലേ, ചെക്ക് പോസ്റ്റിൽ മുറാഖബ എന്നാണ് എഴുതിക്കല്. എന്ന് വെച്ചാൽ ഇങ്ങനെ നോക്കുക, ആരെയിൽ കടന്നു പോകാൻ പാടില്ല. ഇപ്പം ജിദ്ദയിൽ പോകുമ്പോൾ മക്കത്തേക്ക് കയറുന്ന അവിടെ കണ്ടാവും ആ ക്യാമറന്റെ ഇതൊക്കെ ഉള്ള, അതിനാണ് അത് പറയുന്നത് റഖീബ്. അള്ളാഹു ഭയങ്കര സസൂക്ഷ്മം നോക്കുന്നവനാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 9 ഭാര്യമാരുണ്ടാവുമ്പം ഇറങ്ങിയ എന്താണ് ആയത്താണിത്. ഇനി എന്താണ്? സ്റ്റോപ്പാണ്. യാ അയ്യുഹൻ നബിയ്യു ലാ യഹില്ലു ലക്കൻ നിസാഉ മിൻ ബഅദു, ഇതിനുശേഷം തങ്ങൾക്ക് ഇനി ഭാര്യമാരെന്തല്ല അനുവദനീയമല്ല. ആദ്യം പറഞ്ഞു ഇന്നാ ഹലൽനാ ലക് എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ ഈ കാര്യം പറയണം, ലാ യഹില്ലു ലക്കൻ നിസാഉ മിൻ ബഅദു വലാ അൻ തതബദ്ദല ബിഹിന്ന മിൻ അസ്വാജിൻ. ഭാര്യമാരെന്ത് ചെയ്യാൻ ബദലാക്കാനും പറ്റില്ല. ബദൽ പറഞ്ഞാൽ മാറ്റി, അതിന് ബദലായിട്ട് ഇത് തന്നാളെന്നൊക്കെ നമ്മൾ പറയില്ലേ, അതന്നെ. പിന്നെ വലൗ അഅജബക ഹുസ്നുഹുൻ, അവരുടെ സ്വഭാവം വളരെ നിങ്ങളെ ആശ്ചര്യപ്പെടുത്തിയാലും ശരി, അവരുടെ സൗന്ദര്യം ഒന്നും എന്തുണ്ട് നിങ്ങളെ ആശ്ചര്യപ്പെടുത്തിയാലും ശരി, ഇനി എന്തില്ല, പിന്നെ അനുവാദമുള്ള എന്താണ്? ഇല്ലാ മാ മലക്കത് യമീനുക, അടിമ സ്ത്രീകളെ നിങ്ങൾക്ക് അനുവദനീയമാണ്, അതൊഴികെ. വകാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ റഖീബ, അല്ലാഹു എല്ലാ കാര്യത്തെയും എന്ത് ചെയ്യാണ്? സസൂക്ഷ്മം നോക്കുന്നവനാണ്. അതെ, അതാണ് പറഞ്ഞത്, അടിമ സ്ത്രീയെ ഒഴിവാക്കിയത് അതാണ്. പോരെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم مغفرتك أوسع من ذنوبنا ورحمتك أرجى عندنا من أعمالنا. اللهم اكفنا بحلالك عن حرامك وأغننا بفضلك عمن سواك. കരഞ്ഞ അല്ലാഹുവേ, കൃപയുള്ള പടച്ചവനെ, ഔദാര്യവാനായ അല്ലാഹുവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും പുറത്തു തരണേ പടച്ചവനെ. ഞങ്ങൾ ആ ശ്രദ്ധകളെ മാപ്പാക്കി തരണേ പടച്ചവനെ. ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ അറിഞ്ഞും അറിയാതെയും വന്നുപോയി പടച്ചവനെ. അല്ലാഹുവേ, സത്യത്തിൽ ഞങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു. എല്ലാം തന്ന് ഞങ്ങളെ പോറ്റി വളർത്തുന്നവൻ നീയാണല്ലോ പടച്ചവനെ. യാ അല്ലാഹ്, ഞങ്ങൾ ഉമ്മനോടോ അപ്പനോടോ തെറ്റിയത് ഞങ്ങൾക്ക് തെറ്റാണെന്ന് തോന്നും. കാരണം അവർക്ക് ബാഹ്യമായി ഞങ്ങൾക്ക് തിന്നാനും കുടിക്കാനും ഒക്കെ തന്നവരാണെന്നുള്ള അർത്ഥത്തിൽ. പക്ഷെ ഞങ്ങളെ ഇല്ലായ്മയെന്ന് ഉണ്ടാക്കി ഈ അവസ്ഥ വരെ എത്തിച്ചവൻ നീയാണല്ലോ പടച്ചവൻ. നിന്നോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ പടച്ചവൻ. ഞങ്ങളെല്ലാരെയും തെറ്റ് സംഭവിച്ചു പോയി പടച്ചവൻ. നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്. നീ അല്ലാതെ വേറെ ആരും പൊറുക്കാനില്ലല്ലോ പടച്ചവൻ. ഞങ്ങൾക്ക് മാപ്പ് തരണേ പടച്ചവനെ, ഞങ്ങൾക്ക് മാപ്പ് തരണേ പടച്ചവൻ, ഞങ്ങൾക്ക് പുറത്തു തരണേ പടച്ചവനെ. യാ അല്ലാഹ്, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ പടച്ചവൻ. ഞങ്ങളോട് നീ കരുണ കാണിക്കണേ പടച്ചവൻ. ആഫിയത്തിന്റെ വഴികൾ നീ ഞങ്ങൾക്ക് തുറന്നു തരണേ പടച്ചവൻ. ഇസ്സത്തിന്റെ വഴികൾ തുറന്നു തരണേ പടച്ചവൻ. അല്ലാഹുവേ പടച്ചവനെ, ഖുർആൻ അനുസരിച്ച് ദീനനുസരിച്ച് ജീവിക്കാൻ തൗഫീഖ് തരണേ പടച്ചവൻ. അല്ലാഹുവേ, അശ്രദ്ധയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ പടച്ചവൻ. ഞങ്ങൾക്കൊക്കെ അറിയാം, പക്ഷെ ദുനിയാവിന്റെ വസ്തുക്കളുടെ പിന്നാലെ ഓടുന്നത് കാരണമായി ഞങ്ങൾ മറന്നുപോവാണ് പടച്ചവനെ. യാ അല്ലാഹ് പടച്ചവനെ, മറന്നുപോയി അവസാനം അമലുകളില്ലാതെ നിന്നെ കണ്ടുമുട്ടേണ്ട അവസ്ഥ ഉണ്ടാക്കരുതേ പടച്ചവൻ. അല്ലാഹുവേ, ഞങ്ങൾ ഇന്ന് നാളെ എന്ന് പറഞ്ഞ് രാവിലെ എഴുന്നേക്കുന്നുണ്ട്, ദുനിയാവിന്റെ ബാക്കിൽ ഓടുന്നുണ്ട്, രാത്രിയാകുന്നുണ്ട്, കിടന്നുറങ്ങുന്നുണ്ട്, പിറ്റേന്ന് രാവിലെ വീണ്ടും എഴുന്നേക്കുന്നുണ്ട്, വീണ്ടും അതേ പണി ചെയ്യാണ്. ഇതെന്തെങ്കിലും ഒരു ദിവസം അവസാനിക്കുന്നുള്ള ബോധം കൂടി ഞങ്ങൾക്ക് ഇല്ലല്ലോ പടച്ചവൻ. അല്ലാഹുവേ, ഒരു ശരിയായ ദിശാബോധം തരണേ പടച്ചവൻ.
ആഖിറത്തിലേക്ക് ഒരുങ്ങുന്ന ബുദ്ധിമാന്മാരിൽ ഞങ്ങളെ പെടുത്തണേ പടച്ചോനെ. ആരോഗ്യമുള്ള കാലത്തോളം ഞങ്ങൾ ദുനിയാവ് വിടൂല. ആരോഗ്യമില്ലാതായ പിന്നെ ആഖിറ ഉണ്ടാക്കാനും കഴിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ വരാണ്ടല്ലോ പടച്ചോനെ. യാ അല്ലാഹ്, ദുരവസ്ഥയെന്ന് കാക്കണേ പടച്ചോൻ. ആഫിയത്തുള്ളപ്പം തന്നെ ആഖിറത്തിനെ മുന്നിൽ കണ്ടുകൊണ്ട് അധ്വാനിക്കാനുള്ള ഭാഗ്യം തരണേ പടച്ചോനെ. നീ തന്നതൊക്കെ നിന്റെ വഴി ചെലവഴിക്കാനുള്ള നല്ല മനസ്സ് തരണേ പടച്ചോൻ. അള്ളാഹുവെ, ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും ആഫിയത്തും തഖ്വയും ഇഖ്ലാസും നന്മയും നൽകണേ പടച്ചോൻ. യാ അല്ലാഹ് പടച്ചവനെ, മരിച്ചുപോയ ഞങ്ങളുമ്മ വാപ്പ, ഞങ്ങളെ വല്യപ്പാർ വല്യമ്മാര് പടച്ചവൻ, അവരുടെ മാതാപിതാക്കൾ അത് എത്ര മുകളിലേക്കാണെങ്കിലും ഈമാനുള്ള എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ പടച്ചവനെ. അല്ലാഹു, അവരൊക്കെ ജീവിതകാലത്ത് ഓടി നടന്നു, ഞങ്ങളൊക്കെ ഈ കോലത്തിലെത്താൻ കാരണക്കാരായി പടച്ചവൻ. എന്ന ഒരു ഖബറുകളിലാണ്, അവരുടെ കയ്യിൽ നന്മകളൊന്നും ഉണ്ടാവില്ലല്ലോ പടച്ചവൻ. യാ അല്ലാഹ്, എന്നാ ഒരു നന്മകളിലേക്ക് ഏറ്റവും ആവശ്യക്കാരാണല്ലോ പടച്ചവൻ. മക്കളും പേരക്കുട്ടികളൊക്കെ ഞങ്ങളുടെ ദുആ അവരുടെ ഹക്കിൽ ഖബൂലാക്കണേ പടച്ചവൻ. അവരുടെ ഖബറുകളെ നീ സ്വർഗത്തോപ്പാക്കണേ പടച്ചവൻ. സ്വർഗത്തിന്റെ വിരിപ്പുകൾ വിരിച്ചു കൊടുക്കണേ പടച്ചവൻ. അല്ലാഹുവേ, ഞങ്ങളെ ഭാര്യമാരെ ഞങ്ങളെ ദീനിന്റെ സഹായികളാക്കി തരണേ പടച്ചവൻ. അല്ലാഹ്, ഞങ്ങളെ കുടുംബജീവിതത്തിൽ സന്തോഷം തരണേ പടച്ചവൻ. പൈസ ഉണ്ടായാലോ, വലിയ വീടുണ്ടായാലോ, നല്ല ഭക്ഷണം ഉണ്ടായാലോ, നല്ല വസ്ത്രം ഉണ്ടായാലോ ഒന്നും സന്തോഷം ഉണ്ടാവില്ലല്ലോ പടച്ചവൻ. സന്തോഷം നീ അത് ഹൃദയത്തിൽ തരേണ്ടതാണല്ലോ. ഞങ്ങളെ കുടുംബജീവിതത്തിൽ സന്തോഷം തരണേ പടച്ചവനെ. റാഹത്ത് തരണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളെ കുടുംബങ്ങളെ ചേർത്ത് തരണേ പടച്ചവനെ. ഞങ്ങളെ കുടുംബങ്ങളെ ചേർത്ത് തരണേ പടച്ചവനെ. എല്ലാ ജ്യേഷ്ഠന്മാർ, അനുജന്മാർ, അവരെ ഭാര്യമാർ, മക്കൾ, ഞങ്ങളെ സഹോദരിമാർ, അവരെ ഭർത്താക്കന്മാർ, മക്കൾ പടച്ചവനെ, അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ പടച്ചവനെ. ഞങ്ങളെ ഉമ്മന്റെ കുടുംബക്കാർ, ഞങ്ങളെ ഉപ്പാന്റെ കുടുംബക്കാർ, ഞങ്ങളെ ഭാര്യന്റെ കുടുംബക്കാർ, ഞങ്ങളെ മക്കളെ വിവാഹം കഴിച്ച കുടുംബങ്ങൾ, യാ അല്ലാഹ്, അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ പടച്ചവനെ. അവരൊക്കെ ദീനിൽ നീ സഹായികളാക്കണേ പടച്ചവൻ. അവർക്ക് ദീനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് കൊടുക്കണേ പടച്ചവനെ. ഞങ്ങളെ തലമുറകളിൽ നിന്ന് നീ ഹാഫിദീങ്ങളെ, ആലിമീങ്ങളെ, ദായികളെ, മുത്തഖീങ്ങളെ ഉണ്ടാക്കണേ പടച്ചവനെ. ഞങ്ങളെ മക്കളും ഞങ്ങളെ പേരക്കുട്ടികളൊക്കെ നിന്നെ വഴിപ്പെടുന്നവരും അനുസരിക്കുന്നവരുമായ ഒരു തലമുറക്ക് പടച്ചവനെ നീ രൂപം നൽകണേ പടച്ചവനെ. യാ അല്ലാഹ്, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ തലമുറയെ നീ കബൂലാക്കിയതുപോലെ ഞങ്ങളെ തലമുറകളെയും കബൂലാക്കണേ പടച്ചവൻ. റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയത്തി റബ്ബനാ വതഖബ്ബൽ ദുആ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്ത പോലെ പടച്ചവനെ, ഞങ്ങളെ നിസ്കാരം നിലനിർത്തുന്നവരാക്കണേ. ഞങ്ങളെ തലമുറകളെയും നിസ്കാരം നിലനിർത്തുന്നവരാക്കണേ. ഞങ്ങളെ നീ കബൂലാക്കണേ പടച്ചവനെ. യാ അല്ലാഹ്, വിവാഹപ്രായമായ യുവതികൾ, യുവാക്കൾ, അവർക്കൊക്കെ അനുയോജ്യരായ നല്ല ഇണകളെ നൽകണേ പടച്ചവനെ. യാ അല്ലാഹ് പടച്ചവനെ, വിധവകൾ, എത്രയോ വിധവകളുണ്ട് പടച്ചവനെ. അവർക്കൊക്കെ അനുയോജ്യരായ നല്ല ഇണകളെ നൽകണേ പടച്ചവനെ. യാ അല്ലാഹ്, അവരെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെ അവസ്ഥകളൊക്കെ നിനക്കറിയല്ലോ പടച്ചവനെ. അവരുടെ മനസ്സിന്റെ ഉള്ളും നിനക്കറിയല്ലോ പടച്ചവനെ. അനുയോജ്യരായ നല്ല ഇണകളെ നൽകണേ പടച്ചവനെ. അല്ലാഹു, യതീമുകളെ നീ സംരക്ഷിക്കണേ പടച്ചവനെ. വീടില്ലാത്തവർക്ക് നീ വീട് കൊടുക്കണേ പടച്ചവനെ. യാ അല്ലാഹ്, കടമുള്ള ആളുകളെ കടം വീട്ടാൻ മാർഗം ഉണ്ടാക്കണേ പടച്ചവനെ. യാ അല്ലാഹ് പടച്ചവനെ, രോഗികൾക്ക് ശമനം നൽകണേ പടച്ചവനെ. എത്രയോ ആൾക്കാർ രോഗികളാണ് പടച്ചവനെ. ഈ കൂട്ടത്തിലും രോഗികളുണ്ട്, അവർക്കൊക്കെ ഷിഫയാക്കണേ പടച്ചവൻ. യാ അല്ലാഹ്, ക്യാൻസർ ബാധിച്ചവർ, കിഡ്നി നഷ്ടപ്പെട്ടവർ, സ്ട്രോക്ക് ബാധിച്ചവർ, അപസ്മാരങ്ങളുള്ള ആളുകൾ, മുതുവിനും നടുവിനും പടച്ചവനെ കാലിന്റെ മുട്ടിനും ഒക്കെ പ്രശ്നങ്ങളുള്ള ആളുകൾ, എല്ലാവർക്കും നീ ആജിലായ മുസ്തമിറായ ഷിഫ നൽകണേ പടച്ചവനെ. ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കരുതേ പടച്ചവനെ. യാ അല്ലാഹ്, ജന്നത്തിൽ ഫിർദൗസിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടം തരണേ പടച്ചവൻ. ഞങ്ങളെ കൂട്ടുകുടുംബങ്ങളോടൊന്നിച്ച് നബിതങ്ങൾ ശാസ്ത്രങ്ങളെ ഭാര്യമാരോടും മക്കളോടും തങ്ങളുടെ സഹാബാക്കളുടെ ഭാര്യമാരോടും മക്കളോടും കൂടി ജന്നത്തിൽ ഫിർദൗസിൽ സ്ഥലം തരണേ പടച്ചവനെ. എന്ന് ഞങ്ങൾ മരിച്ചാലും നീ ഞങ്ങളിൽ സംതൃപ്തനാവുന്ന അവസ്ഥയിൽ ഞങ്ങളെ മരിപ്പിക്കണേ പടച്ചവൻ. ഞങ്ങളെ ദുആ ഖബൂലാക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്ബഹനാ വഅസ്ബഹൽ മുൽക്കു ലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم إنا نسألك خير هذا اليوم فتحه ونصره ونوره وبركته وهداه ونعوذ بك من شر هذا اليوم وشر ما فيه وشر ما بعده. اللهم بارك لنا في رجب وشعبان
وبلغنا رمضان وبلغنا رمضان وبلغنا رمضان. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. رب ارحمهما كما ربياني صغيرا. صلى الله تعالى وسلم على خير الخلق سيدنا محمد. سبحان ربك سبحان الله بحمده سبحانك اللهم. ഇഷ്റാഖ് ളുഹാ സംസ്കരിക്കുക.